കലാഭവൻ മണിക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരൾ രോഗത്തിന് മണി ചികിത്സയിലായിരുന്നു. മണി എന്ന കലാകാരൻ, വ്യക്തി, സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ ബോധം. മണി ഏതു തരത്തിലാണ് കലാകേരളത്തിലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും ഇടപഴകിയതും പ്രതികരിച്ചതും? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ജാഫർ ഇടുക്കി, കലാഭവൻ മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതോടൊപ്പം ഡോക്ടർ PS ശ്രീകല, ഫക്രുദ്ദീൻ, കലാഭവൻ മണിയുടെ പല പദ്ധതികൾക്കും ആശയവിനിമയം നടത്തിയിരുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ ധന്യാരാമൻ. കലാഭവൻ മണി കേരളത്തിന് എന്തായിരുന്നു? ഒരു വെറും സിനിമാക്കാരൻ മാത്രമോ? അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത്, അതോടൊപ്പം സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രമാത്രം വലുതാണ്? ഒരാദരവായി ഈ ഒരു മണിക്കൂർ പീപ്പിൾ TV അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ കലാഭവൻ മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ കൂട്ടുകാരൻ ജാഫർ ഇടുക്കി, അതോടൊപ്പം ഡോക്ടർ PS ശ്രീകല, ഫക്രുദ്ദീൻ, ധന്യാരാമൻ എന്നിവരും അതിഥികളായി. ജാഫർ ഇടുക്കിയിലേക്ക് ആദ്യം. ശ്രീ ജാഫർ ഇടുക്കി, യെസ്, താങ്കളുടെ വികാരം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദുഃഖത്തിന്റെ നിമിഷമാണ് ഓരോരുത്തർക്കും. അവിടെ ചാലക്കുടിയിൽ ഇന്ന് തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് പേർ അതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജാഫറിൽ നിന്ന് എനിക്ക് അറിയേണ്ടത്, ചിത്രശലഭം എന്ന സിനിമ, അതിൽ കലാഭവൻ മണിയുടെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. നോക്കൂ, വിധിയുടെ വിരൽത്തുമ്പിലെ ചരടിൽ തുള്ളുന്ന മണൽപ്പാവകളാണ് മനുഷ്യർ. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രമാണ്. ഓരോരുത്തരുടെയും ജീവിതം അവസാനിക്കുന്നിടത്ത് ഒരു ഇരുണ്ട ഗുഹ കാണാം. അവിടെ നാം ഉപേക്ഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചിത്രശലഭം എന്ന സിനിമയിലെ ഡയലോഗാണ്. ആ ഡയലോഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ പല മാധ്യമപ്രവർത്തകരും ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഗുഹയിൽ ഞാൻ ഒറ്റയ്ക്കാവില്ല, എന്നും ഞാൻ തോളോട് തോൾ ചേർന്ന് നടന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടാകും. ഞാൻ വിളിച്ചാൽ എന്തടാ മണി എന്ന് ചോദിക്കാൻ ആർജവമുള്ള സുഹൃത്തുക്കൾ. എന്തടാ മണി എന്ന് ചോദിച്ചാൽ എടാ ജാഫറെ എന്ന് ഞാൻ തിരിച്ചു വിളിക്കും എന്ന് മണി ജാഫറിനോട് പറഞ്ഞിട്ടുണ്ടാകാം. ജാഫർ, കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ മണിയുമായി അടുത്ത് നിന്ന വ്യക്തിത്വമാണ് താങ്കളുടേത്. പോയ ആഴ്ചകൾ, ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിൽ മണിയെ ജാഫറിന്റെ കണ്ണിൽ എങ്ങനെ കാണുന്നു? അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. ശ്രീ ജാഫർ ഇടുക്കി. സാർ, അതെ, എനിക്ക് ഇപ്പോൾ ചോദിച്ചതെല്ലാം എനിക്ക് മനസ്സിലായി. അതായത് ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വേറിട്ട വേറൊരു സംഭവത്തിൻ്റെ, അത് പറഞ്ഞിട്ട് ഞാൻ വേറെ കാര്യം പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരാളെ നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. മലയാള സിനിമയ്ക്ക് ഒരാളെ നഷ്ടപ്പെട്ടു, ഇതിന് പകരം വയ്ക്കാൻ ആളില്ല എന്നൊന്നും പറയുന്ന ഒരു ഡെയിലി ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല. നഷ്ടപ്പെട്ടത് ആർക്കാന്ന് ഞാൻ പറയാം. നഷ്ടപ്പെട്ടത് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത, അതായത് കാശും പ്രൗഢിയും എല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി 10 പൈസയ്ക്ക് എന്തെങ്കിലും കഞ്ഞി കുടിച്ച് പോകാവുന്ന സെറ്റപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന കുറേ ആൾക്കാർ, നിങ്ങൾ ചാനലുകാർ എല്ലാവരും ഷൂട്ട് ചെയ്ത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ കണ്ടു, ഒരച്ഛനും ഒരമ്മയും. ആ അമ്മ, അവരെല്ലാവരും 10, 65, 75 വയസ്സൊക്കെ പ്രായമുള്ള. ഇത് കലാഭവൻ മണിയുടെ കഥയാട്ടോ ഈ പറയണത്, ഞാൻ ഉള്ള കാര്യം പറയാം. ആ 2 കാർന്നോരും കൂടെ കൂടി പട്ടിണി കിടക്കുക. ഞാനും എൻ്റെ വൈഫും ഒക്കെ ഇരുന്ന് കാണുമായത്. ഞാൻ എൻ്റെ വൈഫിനെ കാണിച്ചു കൊടുത്തു, എടി ഇതൊന്ന് നോക്കിയടി. ആ തള്ളയുടെ, ഈ 75-80 വയസ്സുള്ള തള്ളയുടെ തള്ള, ആ തള്ള പുറത്തു പോയി കൊണ്ടിരുന്ന പൈസയ്ക്ക് അവർ ജീവിക്കുന്നു. ആ തള്ള വെള്ളം കോരി അവരെ കുളിപ്പിക്കുന്നു, നനപ്പിക്കുന്നു. അവരൊരു ചാക്കൊക്കെ കൊണ്ട് മറച്ച ഒരു ഷെഡിൽ കിടക്കുന്നു. ആരാ തിരിഞ്ഞു നോക്കണേ? ഈ നാട്ടിൽ ആരാ തിരിഞ്ഞു നോക്കണേ? ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. പറയാൻ മനസ്സിലായില്ലേ? ഇത് തിരിഞ്ഞു നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, അതാണ് കലാഭവൻ മണി. നഷ്ടപ്പെട്ടത് കേരളത്തിലുള്ള, അല്ലെങ്കിൽ ചാലക്കുടിയിലും, ചാലക്കുടിയൊന്നും അല്ല, ചാലക്കുടി പുള്ളിക്ക്, ചാലക്കുടിക്കാരൻ മണി, ചാലക്കുടിയിൽ എല്ലാവരും ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആര് ദുഃഖം അനുഭവിക്കുന്നോ, കഷ്ടത അനുഭവിക്കുന്നോ, അവർക്കൊരു അത്താണി നഷ്ടപ്പെട്ടു. കുറേ പാവങ്ങൾക്ക് ഒരു ദുഃഖമാണ്, അവർക്കൊരു ആരോ പോയി. ഇതാണ് കലാഭവൻ മണി പോയതുകൊണ്ട് നഷ്ടം വന്നത് ഇവിടെയുള്ള പാവങ്ങൾക്കാണ്.
പാവപ്പെട്ട ജനങ്ങൾക്കും കുറേ കിടപ്പ് രോഗികൾക്കും കിഡ്നി, കരള്, അതുപോലെ തന്നെ അവയവങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ സഹായിക്കുന്ന ആ ഒരു സഹായം. അയാൾ ദൈവം പോയി, ഞാൻ അങ്ങനെ പറയുള്ളൂ. ദൈവം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കൂട്ടായ്മയോടുകൂടി പറയാമായിരുന്നു. ഈ കലാഭവമണിയുടെ കൂട്ടാളികളായ അവരുടെ കൂടെയുള്ള എല്ലാ ഡ്രൈവേഴ്സും അങ്ങനെ പരിരക്ഷിക്കുന്ന എല്ലാവരും അങ്ങനെ കൂട്ടുകാരും എല്ലാവരും കൂടി ഒരു മാസികയിലൊരു സംഭവം പറഞ്ഞു. സമയം എനിക്കറിയാൻ പാടില്ല, സമയത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ചെവി പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് നിർത്താനും പറ്റില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ആ കൂട്ടായ്മയോട് പറയുമ്പോൾ ഒരു മാസികയിൽ ഒരു അടിയിലൊരു അടിക്കുറിപ്പോട് കൂടി വന്നു. അതിനകത്ത് ആ ഫോട്ടോയിൽ ഞാനില്ല എങ്കിൽ പോലും ഞങ്ങൾ പറയാറുണ്ട്, കൂട്ടായ്മയോട് പറയാറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ കൂട്ടായ്മ എല്ലാം പറഞ്ഞു കണ്ടിട്ടുണ്ട്. ദൈവത്തെ ഞങ്ങൾ നേരിട്ട് കണ്ടു, അത് കലാഭവമണിയുടെ രൂപത്തിലാന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ അങ്ങേർക്കുള്ളൂ. അങ്ങനെ പറയുന്ന ആ സുഹൃത്തുക്കളെ സ്നേഹിച്ച ആ കലാഭവമണിക്ക് ഇന്ന് കത്തിയെരിഞ്ഞു പോയ അദ്ദേഹം അങ്ങനെ കത്തിയെരിഞ്ഞ് പോയി. അതൊരു വലിയ നഷ്ടമാണ് നമ്മുടെ കേരളത്തിനുണ്ടായ. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ സുഹൃത്ത്, എൻ്റെ ഒരു പെങ്ങൾ ഒരു 6 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി. എൻ്റെ കുട്ടിയുടെ ഖബർസ്ഥാനത്ത് വന്നു. മദ്രസ പിള്ളേരെല്ലാവരും കൂടി കലാഭവമണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മയ്യത്ത് നമസ്കരിക്കാനായിട്ട് എൻ്റെ പെങ്ങളുടെ മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് അടിക്കുന്നു മൊബൈൽ. ജാഫ്രേ, ഞാൻ പെങ്ങളുടെ ഖബറിൻ്റെ അടുത്തുണ്ട്, മദ്രസ പിള്ളേർ എല്ലാവരും കണ്ടു, അവർ ഇൻ്റർവെല്ലിൽ സമയമാണ്, അവരെല്ലാം കണ്ട് ചിരിക്കുന്നു, ഭയങ്കര സംഭവം. ഒരകാലത്തിൽ പോലും ദുഃഖത്തിൽ ആഴ്ന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അദ്ദേഹം വന്ന് നിന്ന് പിള്ളേർ ചിരിക്കുമ്പോൾ അതെൻ്റെ പെങ്ങളുടെ അതൊരു വലിയ വിഷയമാണെന്ന് അപ്പം തന്നെ അങ്ങ് പോയി. എൻ്റെ എന്തൊക്കെ, അതായത് എൻ്റെ ഒരു അളിയനിയെ അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയി. 2 മരണം എനിക്ക് ദുഃഖത്തിലാഴ്ത്തുന്നൊരു മരണമായിരുന്നു. പക്ഷേ ആ ദുഃഖം അതും ഞാൻ ഒതുക്കി. കാരണം ശരി, എൻ്റെ കൂടപ്പുറപ്പാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. അവധി ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴും വീട്ടിലും ഒക്കെ എടുത്ത് പറക്കി തരാൻ അതുണ്ട്. അളിയനും എൻ്റെ കൂടെയുണ്ട്. പക്ഷേ എപ്പോഴും കൂടെയില്ലാതെ എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്നേക്കാൾ 1 വയസ്സ് പ്രായം കുറവുള്ള ഈ മണിയടയ്ക്കനോട് പറഞ്ഞിട്ടുണ്ട്, അത് ശരി എന്നെക്കാളും 1 വയസ്സ് മൂത്തല്ലേ, അപ്പോൾ ഞാൻ ഇക്കാക്കാന്ന് വിളിച്ചാലോ, അങ്ങനെയൊക്കെ ചോദിച്ചത്. വിയോഗം എനിക്ക് ഇപ്പോൾ ഒന്നാമത് ഞങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മൂഡിലല്ല, സംസാരിക്കാൻ പറ്റിയൊരു മൂഡിലല്ല. അതൊക്കെ കയറി വരിക. അപ്പോൾ എന്തൊക്കെ സംസാരിക്കണം, ഇതൊരു മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇങ്ങോട്ട് ചോദിക്കുവാണെങ്കിൽ അതിന് മറുപടി പറയാം. യെസ്, മിന്നിത്തിളങ്ങുന്ന കലാഭവൻ മണി. ആ കലാഭവൻ മണി തിളങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെയാണെങ്കിൽ ധന്യാരാമൻ ഏറ്റവും തൊട്ടറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ. ഒരു കലാകാരൻ അപ്പുറത്തേക്ക് ഒരു സാമൂഹിക ബോധം എങ്ങനെ കാണും? ജാഫർ പറഞ്ഞിടത്തു നിന്ന് കൂട്ടിച്ചേർത്താൽ. അതായത് ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത് കൈരളി ചാനൽ തന്നെയാണ്. കൈരളി തന്നെയാണ് ഞങ്ങളൊക്കെ ആദ്യം തുടക്കം കാലം തൊട്ട് മണിച്ചേട്ടനെ പ്രോത്സാഹിപ്പിച്ചത്. ഇനി എന്നെയാണെങ്കിലും ഞാനൊക്കെ ആദ്യം ഒരു ചാനൽ ചർച്ചയ്ക്കായാലും ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് ആദ്യം തരുന്നത് കൈരളി തന്നെയാണ്. അപ്പോൾ എൻ്റെ ബി പോസിറ്റീവ് എന്നുള്ള 2 വർഷം മുന്നേ വന്ന ഒരു ബി പോസിറ്റീവ് 2-2.5 വർഷം മുന്നേ വന്ന ബി പോസിറ്റീവ് എന്നുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പിന്നെ മണിയേട്ടൻ ഈ കൈരളി തന്നെ ഒരു മാധ്യമ സുഹൃത്തിനോട് നമ്പർ വാങ്ങിച്ചിട്ടാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഊരുകളിൽ പോകുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ചാലക്കുടിയിൽ അവിടെയാണ് കാഡർ കോളനി ഉള്ളത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം കാഡർ കോളനിയിലൊക്കെ പോകാൻ തുടങ്ങിയത്. അവിടെ പിന്നെ ആഘോഷങ്ങൾ നടത്താൻ തുടങ്ങിയതും ആദിവാസികൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പം പ്രധാനമായിട്ടും വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു 5000-ഓളം കുട്ടികൾക്ക് നമ്മളിപ്പം കൊച്ചുകുട്ടികൾക്ക് പിന്നെ സൈനിക സ്കൂളിലേക്ക് നവോദയയിലേക്കുള്ള എൻട്രൻസ് പരിശീലനം അടക്കം സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നെ പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് പവർ ട്രെയിനർ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ നെഗറ്റീവ്സും സംസാരിക്കുമ്പോൾ നിനക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് അതായത് ഞാനാണെങ്കിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാണ്ടാണ് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരനായിട്ട് വളർന്നു വന്നതാണ്. അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ഈ ലോകം മൊത്തമുള്ള മുഴുവൻ ആളുകളുടെയും സ്വീകാര്യത നേടിയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാവരും നമ്മൾ എന്താണ് എന്താ പറഞ്ഞത്, നമ്മൾ നല്ല ഭാഷയും നല്ല ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരിലേക്ക് അംഗീകരിക്കപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള മെസ്സേജൊക്കെ തന്നത് അദ്ദേഹമാണ്. പിന്നെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡാണല്ലോ എൻ്റെ ജനിച്ചു വളർന്നത്. അപ്പം തുളുവാണ് എൻ്റെ ഭാഷ. അത് ഇതില്ല, എഴുത്തില്ല, പറയുന്നത് മാത്രമേ വാമൊഴിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന ഇതിനകത്ത് ഒരുപാട് സോങ്സും ഇതൊക്കെ ഇന്നും പുറം ലോകം കാണാതിരിക്കുകയാണ്. ഈ ഭാഷയിലുള്ള ഇതൊക്കെ ഒരുപാട്. മാത്രമല്ല എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. അതായത് മാവിലൻ സമുദായത്തിൽപ്പെട്ട ഇന്ന് ആദിവാസികളായിട്ടുള്ള ആ വിഭാഗത്തിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. അത് തുളുവിലുള്ളതാണ്. അപ്പോൾ മണിച്ചേട്ടന് മലയാളത്തിൽ മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറം ലോകത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതാണ് വ്യക്തിത്വം. ഡോക്ടർ ശ്രീകലയിലേക്കും അതോടെ ഫക്രുദ്ദീനിലേക്ക് വരാം. ജാഫർ, നാം എന്താണ് കലാഭവൻ മണി എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ ജാഫർ, ഇതൊക്കെ നിൽക്കുന്ന കലാഭവൻ മണിയെ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ 7-15 മലയാളമൊക്കെ ഞെട്ടി. സിനിമാ ലോകമല്ല, കേരളം ആകെ, ഒരുപക്ഷെ തമിഴിലും തെലുങ്കിലും അടക്കം മണിയെ തൊട്ടറിഞ്ഞിട്ടുള്ളവരെല്ലാം ഞെട്ടിയിരുന്നു. ഇന്നലെ 7-15 എന്ന് പറയുന്ന സമയം, അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ താങ്കൾ അടുത്തിടപഴകിയിരുന്നു മണിയുമായി. ആ ദിവസങ്ങൾ എങ്ങനെ ഓർക്കും ഈ നിമിഷം ജാഫ്രിഡിക്ക്? അത് അവസാനം തൊട്ട് അറിഞ്ഞ് എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 11:30 മണി, 10-11:30, ഒരു 11-11:30 മണിയോട് കൂടി ഇടയ്ക്കുള്ള സമയത്താണ് മണിയുടെ നിന്ന് പോരുന്നത്. അപ്പോൾ അദ്ദേഹം കിടക്കുക. ആ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ സംസാരിക്കാൻ പോയ കാര്യം, അതായത് എൻ്റെ ഒരു ചെറിയ നിസ്സാരൊരു സംഭവം, ഒരു സിനിമ ചെയ്യാവോ, ഒരാൾ ഒരു കഥ പറയും, അതൊന്ന് ചെയ്യാവോ, ഇതിനെ ഇങ്ങനെ മടി പിടിച്ചിരിക്കണേ, 3-4 മാസമായിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണല്ലോ, കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ പെട്ടെന്ന് അങ്ങനെ പറയാനായിട്ട് എനിക്കൊരു അവകാശമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്. അത് അവരുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. എൻ്റെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം 1 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ, 1 വയസ്സ് മൂത്തതായ. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു 2 കൊല്ലം മുമ്പുള്ള ഒരു ഇത് വെച്ചിട്ട് പുള്ളി പെട്ടെന്ന്, ഇത് ശരി എന്നെ പഠിപ്പിക്കാൻ വരുവാണോ, പൊയ്ക്കാൻ കൂടെ എഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ പറഞ്ഞാലും അത് അങ്ങോട്ട് ഏറ്റെടുക്കും. പക്ഷേ ഈ അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഈ പടം എന്തെങ്കിലും ചെയ്യുന്നേ, നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പുറത്ത് വെച്ച് പറഞ്ഞ ഒരു കേസ് ഞാൻ ഈ ഗ്യാങ്ങുമായിട്ടും 3-4 പേരുമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വരും പുറത്തേക്ക് പോകുന്ന സമയത്ത് എനിക്കതൊരു യാത്ര പറച്ചിലായില്ല. ഇപ്പം മൊത്തത്തിലുള്ള യാത്ര പറച്ചിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് യാത്ര പറയാൻ ചെല്ലുമ്പോൾ കറക്റ്റ് അവിടുത്തെ ഔട്ട് ഹൗസിൽ ഈ പാടി എന്ന് പറയുന്ന മലയാള സിനിമയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ മണിക്ക് വേണ്ടപ്പെട്ട സ്പോർട്സ് താരങ്ങളും എല്ലാവരും അവിടുത്തെ നാട്ടുകാരും, അതിലുപരി എല്ലാവരും നാട്ടുകാരാണ് വരുന്നത്. അങ്ങനെയുള്ള പാവങ്ങളൊക്കെ വന്ന് കൂടുന്ന ഒരു സങ്കേതമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പാടി. ആ പാടിയിലേക്ക് ഇദ്ദേഹം കയറിപ്പോയി. അപ്പോൾ ആ കയറിപ്പോയ സമയത്ത് ഞാനൊന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചെന്നു കഴിയുമ്പോൾ ഞാൻ അന്നേരം ആ ടോക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, അയ്യോ പോയില്ലേ, നാളെ രാവിലെ ഷൂട്ടുള്ളതല്ലേ. അപ്പോൾ എനിക്ക് ഞാൻ കിൻഡർ ജോയി എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ വ്യാഴാഴ്ച രാത്രി ഇവിടെ വന്നാൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങളിത് കാണുന്നത്. ആ പടത്തിൻ്റെ ഷൂട്ടിൽ കൊടകര ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ ഫാദറായിട്ട് വേഷം ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പൊയ്ക്കേ ഫാദറൊക്കെ ആയിട്ട് ചെയ്യണം, പള്ളിയിലച്ഛനൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് പോകണം, പെട്ടെന്ന് ഉറക്കളക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ പോത്തു ജോയി എന്ന് പറയുന്ന ആ സിനിമ കോഴിക്കോടുകാരൻ സംസാരിച്ചില്ല, അത് ഒന്ന് അയ്യോ അത് ആ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞുകൂട്, നമുക്ക് നോക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരമാണ് പറയണേ, ഈ മടിയൊന്നും പിടിച്ചിരിക്കുന്നത് ഒരു 5-6 മാസമായിട്ട് അവരൊക്കെ പറഞ്ഞു പോകുന്നില്ല, മലയാള സിനിമയിൽ ആരും വിളിച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് പുള്ളി ഒരു താല്പര്യം കാണിക്കാത്ത പോലെയൊക്കെ ആർക്കൊക്കെ തോന്നി കഴിയുമ്പോൾ ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇല്ല എല്ലാം റെഡിയാവും, നീ ആ ആളെ പറഞ്ഞു വിടും, നമുക്ക് അടിച്ചു പൊളിച്ച സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഉമ്മ കൊടുത്തു. ഇവിടെ ഈ സൈഡിൽ ഉമ്മ കൊടുക്കുന്നു. ആ ഉമ്മ കൊടുക്കുമ്പോൾ അത് നിൽക്കുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാറുണ്ട്. ചിലപ്പം നല്ല സന്തോഷമായിട്ട് ഉമ്മ കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു ഉമ്മ കൊടുക്കാനാണ്. കിടന്ന ആൾക്ക് ഞാൻ ഒരു ഉമ്മ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് ഒരു ഉമ്മയും തന്നു. ആ ഉമ്മയോട് കൂടി ഇങ്ങനെ ഒരു കടിയും കടിച്ചു. ആ കടി കടിച്ചിട്ട് ആ കിടന്ന ആളുടെ ശരീരം, ആ തലേന്ന് ഞാൻ ഷോൾഡറിൽ നിന്ന് ഞാൻ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ തൂത്തങ്ങ് നടന്നുപോയി, ആ കാൽപാദത്തെ കൂടെ നടന്നുപോയി. അതാണ് ഞാൻ ലാസ്റ്റ് കാണുന്നത്. ആ സമയത്തൊക്കെ ജാഫ്രിഡിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു?
ഭയങ്കര ആരോഗ്യസ്ഥിതി. അതായത് ഞാൻ പറഞ്ഞില്ല, അത് ആദ്യം ഞാൻ അനൗൺസ് ചെയ്തോ പറഞ്ഞില്ല. ഈ ഞങ്ങൾ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ ഉള്ള മണി, കുറേ കാലം മുമ്പുള്ള മണി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ വന്നു, ആൾ വന്നുണ്ട്, ഇങ്ങ് പോരെ, എല്ലാവരും പോരട്ടോ, ഇനി ചിരിക്കാം. പിന്നെ കോമഡിയൊക്കെ കേട്ട് ചിരിക്കുന്നതും അവരുടെ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കും. അവർക്ക് മനസ്സിലാക്കാത്ത കോമഡി ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചിരിപ്പിക്കും. ജാഫർ പറഞ്ഞ കോമഡി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് പറഞ്ഞിട്ട് ചിരിക്കാമെന്നും പറയും. അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു വല്ലാത്ത സുഹൃത്ത്. ഇത്തവണ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ഫ്രണ്ടിൽ ചെന്നപ്പോൾ, ഈ പാടിയിലെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ഒരു ചുമന്ന ടീഷർട്ടാണ് ഇട്ടിട്ട് ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു, നല്ല കുറി. ഇതുപോലെ മണിയെ ഞാൻ വെളുത്ത ഒരു മണിയെ കണ്ടിട്ടില്ല. വെളുത്ത മണി, ചാലക്കുടിയുടെ കറുത്ത മുത്തെന്നറിയപ്പെടുന്ന ആ മണിക്ക് അന്നത്തെ ദിവസം ഞാൻ വെളുത്ത മുത്തെന്ന് പേരിടും. അത്രയ്ക്ക് സുന്ദരനായിരുന്നു. ആ സുന്ദരനായ മണി അവിടെ ഇരുന്നിട്ട് അയ്യോ. അപ്പോൾ നമ്മുടെ ടേക്ക് ഇറ്റ് ഈസി ചെയ്യുന്ന എൻ്റെ ഈ മണിയുടെയൊക്കെ സുഹൃത്തായ തരികിട ചെയ്തുകൊണ്ടിരുന്ന തരികിട സാബു, അപ്പോൾ അദ്ദേഹം ട്രിവാൻഡ്രത്തിന് പോവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് കയറി ഇറങ്ങിപ്പോവാം. അങ്ങനെ കയറി ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോഴത്തേനും അതാ ഓക്കെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജോൺ ഹോനായി എന്ന് പറയുന്ന പടം ചെയ്ത ഡയറക്ടർ പറഞ്ഞു, എടാ നിങ്ങളെങ്ങോട്ടാ എന്ന് ചോദിച്ചു. ഞങ്ങൾ മണിയുടെ അടുത്തുനിന്ന് പോവാം, കുറേ ദിവസമായി കണ്ടിട്ട്, ജോബിയോടെ ഞാൻ വിളിച്ച് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ വല്ല കേട്ടോ, മണിച്ചേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ താമസിച്ചു, മണിച്ചേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്നവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് അയാളും പോയി. പിന്നെ എൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ സംബന്ധിച്ച ഒരു 3-4 പേരും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഈ സംസാരത്തിനകത്ത് ഇയാൾ കുറേ കഥകളും ഇങ്ങനെ കുറേ കഥകൾ, ഭയങ്കര ചിരിക്കാൻ പറ്റിയ കുറേ കഥകളും ഒക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടിയിട്ട് ഇയാളങ്ങ് പൊള്ളിക്കും. അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ഈ പറയാൻ വന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം പുള്ളിയോട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് പോകണം എന്ന്. ഞാൻ ഈ നിർബന്ധം പിടിച്ചതാണ് പുള്ളി അവിടെ വെച്ച് പറഞ്ഞത്. അതായത് രാത്രി പോകാൻ നേരത്ത്, എന്താ പോകാത്തെ, അയ്യോ പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കണല്ലേ, 10-11 മണിയായാലും പൊയ്ക്കേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ധൃതി വെച്ചത് ആദ്യം. ഭായി ഒരു കാര്യം പറയാൻ വന്നാൽ പോകണം, ഇവർക്കെല്ലാം അകലത്തിൽ പോകാനുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പുള്ളി അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഇതെന്നതാ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. എന്താണ് ഈ അബോധാവസ്ഥയിൽ എത്തി ആശുപത്രിയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അതൊക്കെ താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞ ആ അവസ്ഥകൾ പങ്കുവെക്കാമോ? അതൊക്കെ പിറ്റേ ദിവസമല്ലേ അറിയുന്നേ. അത് പോയത് ഞങ്ങൾ കണ്ടതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെ അത്തരമൊരു അവസ്ഥയിലേക്ക് മണി പോകാനുള്ള കാരണം അത് കിള്ളി ചോദിച്ചില്ലല്ലോ. ആ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ രാത്രി 11:30 മണിക്ക് ഞങ്ങൾ പിരിയുന്നു. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അവിടെ അദ്ദേഹത്തിനെ പരിരക്ഷിക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പേഴ്സണൽ സെക്രട്ടറിയും മറ്റുള്ള അവിടെ നിന്ന ആൾക്കാർ, ഞങ്ങൾ പോയ ആൾക്കാർ അവിടെ അത്രയും പേരുണ്ട്. ആ ആൾക്കാർ അവിടെ ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് പോരുന്നു. ഈ പോകുന്നതിന് ശേഷം ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് പോകുന്നു. ആ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തലേ ദിവസം ഞങ്ങൾ ഇരുന്ന സമയത്ത് ഈ ടേക്ക് ഇറ്റ് ഈസി എന്ന സാബുവിനെ ഡ്രൈവർ ഇല്ല പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് പറയുക ഒരു ആളെ വിളിക്കണമെന്ന് പറയുമ്പോൾ കലാഭവമണി പറയുന്നു. അതേ പറയും, അയ്യോ എന്തിനാ ഇത് എൻ്റെ ഡ്രൈവർ പീറ്റർ ഇരിപ്പുണ്ടല്ലോ. ഈ കലാഭവമണിയുടെ പഴയ ഇപ്പോഴും പഴയതായിട്ട് ആദ്യമായിട്ടുള്ള പീറ്റർ, ഇപ്പോഴും കൂടെയുള്ള പീറ്ററാണ് ഇയാളെ കൊണ്ടുവിടുന്നത്, ഇങ്ങനെ കൊണ്ടുവിടുന്നത്. അങ്ങനെ എല്ലാവരും കെയർ ചെയ്ത് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് യാത്ര പറയുക. ഈ യാത്ര പറയുന്നതിനിടയ്ക്ക് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോയതിന് ശേഷം അവിടെയുള്ള ആളുകൾ ആ ഇരുന്ന ആൾക്കാർ 2-3 പേർ ആരൊക്കെ പിരിഞ്ഞു പോയി. അതിനുശേഷം ഞങ്ങൾ വന്ന് ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിന് പോയി. ആ ഷൂട്ടിങ്ങിന് പോയി പള്ളിയിൽ ഞാൻ അച്ഛൻ്റെ വേഷമൊക്കെ ഇട്ട് നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പീറ്റർ അവിടെ ആ പള്ളിക്കകത്ത് കൈ കെട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പീറ്ററെ ഇന്നലെ കൊണ്ടുപോയിട്ട് സാബുവിനെ കൊണ്ടുവിട്ടിട്ട് എങ്ങനെയായി എന്ന് പറഞ്ഞു. അല്ലൊക്കെ അത് കൊണ്ടു വിട്ടു. പുള്ളി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്നാൽ ട്രിവാൻഡ്രം വരെ പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്, ഞാൻ ഇന്നലെ ക്ഷീണത്തിനായിരുന്നു. അയാൾ തിരിച്ചു വന്നു. അപ്പോൾ ഈ പീറ്ററിനറിയാം ഈ ആശുപത്രി കൊണ്ടുപോയ കേസ്, 3 മണിക്ക് ആശുപത്രി കൊണ്ടുപോയത്. അപ്പം ഞാൻ തലേദിവസം 3 മണിക്ക് ആശുപത്രി കൊണ്ടുപോയത് അറിയാം. പക്ഷേ എന്നോട് പറയാനായിട്ട് പുള്ളിക്ക് ഈ പള്ളിയിലായതുകൊണ്ട് ഈ ക്രൗഡ് നിന്നുകൊണ്ട് ഒരു സാഹചര്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുന്നു. ആ റൂമിലിരിക്കുന്ന സമയത്ത് ഇന്നലെ റൂമിലിരിക്കുന്ന സമയത്ത് എൻ്റെയും മണിയുടെ എല്ലാ കൂട്ടുകാരുടെയും കൂട്ടുകാരനായ മണ്ണാർക്കാടുകാരനായ ഞങ്ങളെല്ലാം വിളിക്കുന്ന ആ നാട്ടിൽ അദ്ദേഹത്തെ ഫുട്ബോൾ കുഞ്ഞാൻ എന്നാണ് വിളിക്കുന്നത്. ഫുട്ബോൾ കുഞ്ഞാൻ. അപ്പോൾ ആ കുഞ്ഞാനിക്ക എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ജാഫറെ
എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ പറയും ഞാൻ ചാലക്കുടിയിലുണ്ട്, സിദ്ധാർത്ഥ ഹോട്ടലിലുണ്ട് എന്ന് പറയും. എവിടെയുണ്ട്? ഞാൻ വീട്ടിലാണ് എന്ന് പറയും. അപ്പോൾ വീട്ടിലാന്ന് പറയുമ്പോൾ അതിനൊക്കെ വിളിച്ചേ എന്ന് പറയും. അവിടെ ചാലക്കുടിയിലാണെങ്കിൽ മണീനെ കണ്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു മണീനെ വിളിച്ചില്ല, ഒന്ന് പോകണം, വൈകുന്നേരം ഒന്ന് പോകണം, ജോബിനെ വിളിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ജോബിനെ വിളിച്ചപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയില്ല എന്ന്. അതിന് ശേഷമാണ് ജോബി ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലെ ഒരു കോൾ എനിക്ക് ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലേക്കാം എന്ന് പറഞ്ഞു. ഒരു മണി വല്ല ഇത് വല്ല ഉപയോഗിക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഇയാൾ ഇങ്ങനെ എടുത്തതേ പറയുക, ജാഫറെ ഞാൻ വീട്ടിലല്ല, ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ്, കലാഭവൻ മണി ഇവിടെ വെൻറ്റിലേറ്ററിലാണ്, അത് ഭയങ്കര സീരിയസ് ആണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അസുഖമൊന്നും എനിക്കറിയാൻ പാടില്ലെന്ന് പറയും. ഇങ്ങനെ അസുഖത്തെക്കുറിച്ചോ ഇതെന്ന് പറയും, ഇങ്ങനെ അസുഖമാണ് മറ്റാണ്. പിന്നെ ഈ കുറേ ആൾക്കാർ എന്തോ ഒക്കെ അസുഖം ഈ ലോകത്തില്ലാത്ത അസുഖമൊക്കെ പറഞ്ഞു വരച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇയാളെ അടിച്ച് ഏൽപ്പിച്ച് ഇയാൾ മറ്റേ എവിടെയോ കിടക്കുകയാണ്, വയറൊക്കെ വെച്ച് കെട്ടി കിടക്കുമെന്ന് പറയും, വയറിൽ വരയ്ക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ ഒരു മനുഷ്യനെ തകർക്കണേ. അത് കൊള്ളൂല, അതൊക്കെ നശിപ്പിനാത്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ നശിപ്പിലേക്ക് പോകുന്നതിന് നമ്മൾ വിരോധിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനിത് ചോദിക്കാനും നിന്നില്ല. അപ്പോൾ പലരായിട്ട് പറഞ്ഞ് ബിൽറൂബിൻ്റെ അംശം അദ്ദേഹത്തിനുണ്ട്, മഞ്ഞപ്പിത്തം വന്നു, ഇതാണെങ്കിലും മരുന്ന് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേൾക്കലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആശുപത്രിയിൽ വല്ലാത്ത സീരിയസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഈ കുഞ്ഞാനിക്കാട് അങ്ങോട്ട് തിരിക്കുക, ചോദിക്കുക എന്തായിക്കാ അല്ല അത് എന്ന് പറയുമ്പോൾ അല്ല കരളിൻ്റെ വല്ല പ്രോബ്ലം ആണേക്കാ, മഞ്ഞപ്പിത്തം കൂടിയിട്ട് വല്ല സംഭവമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അദ്ദേഹത്തിൻ്റെ വയറിനുള്ളിൽ ഡോക്ടർ പറഞ്ഞു വയറിനുള്ളിൽ വിഷാംശം ചെന്നിട്ടുണ്ട്, സീരിയസാണ് ജാഫറെ, പുറപ്പെടാൻ പറ്റി പുറപ്പെടുന്നു പറഞ്ഞു. ആ പുറപ്പെടാനുള്ള ആ തകൃതിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ന്യൂസ് ഫ്ലാഷ് എഴുതിയും കാണിച്ചു, മണി അന്തരിച്ചു. അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇന്ന് കണ്ടു. ശ്രീ ജാഫർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കം അദ്ദേഹത്തിന്റെ കരൾ രോഗം അത് വരുമ്പോൾ തന്നെ മദ്യത്തിന്റെ അംശം അടക്കമുള്ള കാര്യങ്ങൾ വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. ആ മദ്യത്തിന്റെ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ കൂട്ടുകാരൻ്റെതായി ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു നമ്മൾ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ചെന്നത് നമ്മളുടെ ഒരു കാര്യം സംസാരിക്കുക, അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നു. അവിടെ ആര് വരുന്നു? അവിടെ എത്രയോ മണിയുടെ ആൾക്കാർ വരുന്നു, കൂട്ടുകാർ വരുന്നു. ആ കൂട്ടുകാരെ ഒന്ന് വെറുപ്പിക്കാതെ ഞാൻ എല്ലാവർക്കും കൈ കൊടുത്ത് ഓടിപ്പാഞ്ഞ് അത്രയും നേരം കൊണ്ട് ഒരു 50 പേരവിടെ ഉണ്ടെങ്കിൽ മണിയുടെ പാടിയിൽ എങ്ങനെ വന്നാലും ഒരു 100 വരി കുറയാത്തുള്ള ആൾക്കാർ അദ്ദേഹം ആ പാടിയിൽ വന്നാൽ ഉണ്ടാവും. അപ്പോൾ ബൈ ചാൻസ് നമ്മൾ കയറി ചെന്നപ്പോൾ 110 പേരാവും. ഇത്രയും പേരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിയുന്ന സമയത്ത് അതുപോലെ നമ്മളൊരു കാര്യം സംസാരിക്കാൻ വന്നു. ആ സംസാരിക്കാൻ വന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ആരെന്ത് ചെയ്യുന്നു എന്നുള്ള എനിക്കറിയില്ല. അവിടെ കള്ളു കുടിച്ചോ അല്ലെങ്കിൽ ഇവിടെ കള്ളു കുടിച്ചോ ഒന്നുമില്ല. മണി എന്ന് പറയുന്ന വ്യക്തി അന്ന് അവിടെ ഇരുന്നിട്ട് ആ ടേബിളിൽ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഡാ എന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു കുപ്പി എന്തോ കൊണ്ടുവന്ന് വെച്ചു. ആ കുപ്പി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരുമൊക്കെ 2 കഴിക്കുന്നു. അപ്പോൾ വേറെ അതിനകത്തൊരാൾ പറയുന്നു അയ്യോ എനിക്ക് ബീർ മതിയായിരുന്നു, എനിക്ക് വണ്ടി ഓടിച്ചു പോകാനുള്ള ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇദ്ദേഹം തന്നെ പറയണു ഡാ ഒരു 2 ബീർ എടുത്തേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏതോ ചാനലിൽ ഇവിടെ ഇതിനകത്താണോ പറഞ്ഞത്, മറ്റേ ഏതോ ചാനലിൽ കുറച്ച് മുമ്പ് ബൈറ്റ് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം അലോട്ടഡ് ആയിട്ടുള്ള മദ്യം ഒരു 3 ബീറോ അല്ല 5 ബീറോ ഒക്കെ വെക്കാവുന്ന അലോട്ടഡ് ആയിട്ടുള്ള മദ്യം അങ്ങനെ ബീറൊക്കെ മേടിച്ച് വയ്ക്കാൻ. ആ ബീറിനകത്ത് 2 ബീർ എടുത്തു കൊടുന്നു. ഇദ്ദേഹം ആ ബീർ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അദ്ദേഹം ആ ബീർ ഒന്ന് ഇങ്ങനെ കാണിക്കുന്ന കണ്ടു. അപ്പോൾ ഈ സൈഡിൽ ഞാനിരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോടുകാരൻ ആളിരിക്കുന്നു, ഇവിടെ മണിയിരിക്കുന്നു, നമ്മുടെ ഫ്രണ്ടിൽ തരികിട സാബു നമ്മുടെ സുഹൃത്ത് മറ്റേ സാബു ഇരിക്കുന്നു, ബാക്കിയുള്ള ആളുകളൊക്കെ അകന്ന്. അപ്പോൾ ഈ മണി ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും സംസാരിക്കാൻ ചെല്ലുവാണെങ്കിൽ മറ്റുള്ളവർ ആ ടേബിളിലേക്ക് വരില്ല. അങ്ങനെ ഇരുന്നു നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇദ്ദേഹം എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിച്ചു, ഏത് കഴിച്ചു, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്കാർ ആരെന്ത് കഴിച്ചു, അതിലൂടെ കടന്നുപോയ ആൾക്കാർ എന്ത് കഴിച്ചു എന്നൊന്നും നമ്മൾ അങ്ങനെ ഒരു വാച്ചിങ്ങിന് ചെല്ലുവാണല്ലോ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു വാച്ചിങ്ങിന് ചെല്ലുവാണെങ്കിൽ ഇവിടെ എന്നാ നടക്കണേ അങ്ങനെ എല്ലാവരും ഇത് നമ്മളൊരു കാര്യം സംസാരിക്കാൻ പോയെടുത്ത് മിക്കവാറും ഒക്കെ പോകുന്ന സ്ഥലവും എല്ലാവരും പരിചയക്കാർ. അപ്പോൾ അവിടെ നമ്മൾ അനർത്ഥം ചിന്തിക്കൂ, ഒരു അനർത്ഥം ചിന്തിക്കില്ല.
ഇവിടെ നടക്കാൻ എന്തോ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ കലാഭവൻ മണി എന്ന് പറഞ്ഞ മഹാവ്യക്തിക്ക് ഒരു കാരണവശാലും അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് വെച്ചാൽ ഈ ചാലക്കുടി പ്രദേശം മൊത്തം ഒരു മിമിക്രിക്കാരൻ 200 രൂപ ശമ്പളമായിട്ട് വന്നവൻ എല്ലാം മേടിച്ചു കൂട്ടി ഇഷ്ടം പോലെ. ഇത് ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ, ഞാൻ കോടാനുകൂടി സ്വത്തിൻ്റെ ആളാണ്, എനിക്ക് എല്ലാം ഞാൻ പൈസയൊക്കെ ഉണ്ടാക്കി. അങ്ങേർക്ക് എന്തിനാണ്? അങ്ങേർക്ക് ഒരു കരളിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അത് കരളിന് മേടിക്കണമെങ്കിൽ കരളിന് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ 10 പൈസ മുടക്കി 25,000 പേര് കലാഭവൻ മണിക്ക് കരൾ കൊടുക്കാൻ റെഡിയാണ്, ഏത് അവയവം കൊടുക്കാനും. അത്രയ്ക്കും മനുഷ്യസ്നേഹിയായ ഈ മണിക്ക് ഒരു തരത്തിലും മണി സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് എനിക്കിനി ഈ ജീവിതം വേണ്ട, എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഇന്ന് തീർക്കാൻ പറ്റുന്ന തീരുമാനങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയല്ല, ഈ ജീവന തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാർ അവിടെ എല്ലാം എടുത്തു കൊടുത്ത് പച്ച വെള്ളം എടുത്തു കൊടുക്കണം. ഈ മണി ആ ഒരു കുപ്പി വെള്ളം എടുത്ത്, അല്ലെങ്കിൽ ആ ഇച്ചിരി ചമ്മന്തി എടുത്ത്, അല്ലെങ്കിൽ മോര് കൂട്ടാൻ ഇച്ചിരി ഒഴിച്ച്, ആ ചോറ് ഇച്ചിരി ഒഴിച്ച് ഒന്ന് പറയുന്ന എടുത്തെന്ന് ഒഴിച്ചെന്ന് പറയുന്ന അങ്ങനെ എടുത്തു കൊടുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ഈ കലാഭവൻ മണി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പുള്ളി രക്ഷപ്പെട്ട് വന്നായിരുന്നെങ്കിൽ പുള്ളി അവിശ്വസിക്കില്ല, ആ കൂട്ടുകാരെ പുള്ളി അവിശ്വസിക്കില്ല. എൻ്റെ ഈശ്വര, എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് എന്തോ പ്രശ്നം, ഒരു ഗ്യാസ് എന്തോ ഉണ്ടായതാട്ടോ, അവരായൊക്കെ പാവങ്ങളാട്ടോ എന്ന് പറയുന്ന ഒരു സ്വഭാവം അങ്ങേർക്ക് ആരെയും ചാരൂല. അങ്ങനെ ഏതെങ്കിലും മൃഗം ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൃഗത്തിൻ്റെ സ്വഭാവം അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അധികാരികളെല്ലാം അല്ലെ പോലീസ്, നമ്മുടെ പോലീസ് ചില്ലറക്കാരാണോ അവരെല്ലാം. ഞാൻ ഇന്ന് 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് അവിടെ സർക്കിൾ ഓഫീസിലിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആൾക്കാർ, ഒരാൾ സ്നേഹം കാണിക്കാതെ പെട്ടെന്ന് അവർക്ക് എന്തുകൊണ്ട് വിശേഷം എന്ന് പറയും പോയി. അത് ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് അയാളെ നോക്കണ്ടേ, അത് പറഞ്ഞു പെട്ടെന്ന് പോയി. പിന്നെ വേറൊരാളെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ചോദിച്ചു, ഇന്നയാൾ എത്ര മണിക്കാണ് പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയെ അറിഞ്ഞില്ല, ഞാൻ കണ്ടു സംസാരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ ആൾ ഇന്നലെ ആശുപത്രി വെച്ചുകൊണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നില്ല, ഞാൻ ഒരു പകുതിയായപ്പോൾ പോയി, പിന്നെ അത് നിങ്ങൾ 10-11 മണി 12 മണി ആവുമെന്നൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പോയി കേട്ടോ എന്നും പറഞ്ഞു. അത് ഇൻവോൾവ് ആയിട്ട് ഇപ്പോഴും ഉള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഇപ്പോൾ 1-2 പേരെ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ച് എന്തോ ചോദ്യം ചെയ്യാനൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ആവല്ലേ തമ്പുരാനെ, അങ്ങനെ ആവരുത്. ഇത്രയും വലിയൊരു മഹത്തായ നടന് ഒരു ജൂറി പരാമർശമൊക്കെ ഉണ്ടായ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതൊക്കെ കിട്ടിയ ഒരു ചെറിയ ഒരു മാർക്കിൻ്റെ പുറത്ത് ഒരു ദേശീയ അവാർഡ് നഷ്ടപ്പെട്ട് പല ആൾക്കാരും ബോധം കെട്ടുകൂടും മറ്റോ മറിച്ചെന്നെങ്കിൽ താറടിച്ച് കാണിച്ച ഒരു പൊന്നു മോനായിരുന്നു ഈ മണി. പാവങ്ങളുടെ ഒരു രാജാവായിരുന്നു, പാവങ്ങൾക്ക് അത്താണിയായിരുന്നു. അങ്ങേർക്ക് ഇങ്ങനെ ഉണ്ടായതിൽ ആ കൂടെ നടക്കുന്ന ആൾക്കാരെ ഞാൻ അവിശ്വസിക്കില്ല, ഒന്ന് മണിയെ അവിശ്വസിക്കില്ല, ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ സത്യം എന്താണെന്നുള്ള ഈ കേൾക്കുന്ന ആൾക്കാരും നിങ്ങൾ മീഡിയക്കാരും എല്ലാവരും ഇതിനൊരു മറുപടി പറയണം. എനിക്കും അതറിയണം. ദൈവത്തെ ഓർത്തത് തെളിയിക്കുക. ഇതെന്നന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവും. അങ്ങനെ ഒരു സംഭവം ആകാതെ ഇരിക്കട്ടെ. ഒരു സാധാരണ ഒരു മരണം അങ്ങേർക്ക് അങ്ങേരുടെ ഒരു അവയവം പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു മരണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യെസ്, ആ പ്രാർത്ഥന നിൽക്കുമ്പോൾ തന്നെ ജാഫർ, ചെറിയ സംശയത്തിന്റെ കണികകൾ, ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ടാണോ എനിക്കറിയില്ല, ചെറിയ സംശയങ്ങൾ താങ്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ പേരിലാണെങ്കിൽ കൂടി ആ വ്യക്തികളെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സംശയം ഉന്നയിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ എന്തൊക്കെ ജാഫർ? അല്ല, അത് ഞാൻ സംശയിച്ചാലല്ലോ, ഇത് ഞാൻ സംശയിച്ച ആൾക്കാരല്ല. അതായത് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവിടെ ആ പാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ എല്ലാവരും വന്നിട്ട് ഇത് ഈ പോലീസിന്റെ ഇതൊക്കെ കാണിച്ച നിയമപരമായിട്ടുള്ള ബെൽറ്റ് ഒക്കെ കെട്ടി അവിടെ 5-6 പോലീസുകാരൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ആ പോലീസ് സംശയത്തിന്റെ എന്ത് അവസ്ഥകളാണ് ശേഷം ചോദിച്ചത്? അല്ല, അവരെന്നോട് അതൊന്നുമല്ലെന്ന് ചോദിച്ചു. അവരെന്ന് പറഞ്ഞാൽ ഇന്നലെ ആ സംശയം വന്ന നിയമത്തിന് അവിടെ ആ കൂടെ കിടന്ന പരിരക്ഷിക്കാൻ കിടന്ന ഒരു 2-3 പേരുണ്ടല്ലോ വെളുപ്പിന്. മനസ്സിലായി. അതെ, ആ വെളുപ്പിന് കിടന്ന ആൾക്കാരോട് ഇപ്പം മണിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ടിന്യൂ പറഞ്ഞോളാം, എനിക്കറിയാം അവിടെ നിന്ന് പറഞ്ഞിട്ടേ അങ്ങോട്ട് കേൾക്കാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് പറഞ്ഞിട്ടേ അങ്ങോട്ട്, അപ്പം ഞാൻ അവൻ പറഞ്ഞു തീർത്തോളാം. അപ്പം ഞാൻ അങ്ങനെയുള്ള 2-3 പേരെ പോലീസ് സംശയാസ്പദമായിട്ട് ഈ പലരുടെ സംസാരത്തിൽ നിന്നൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കലാഭവൻ മണി ഇളയ അളിയന, അതുപോലെ തന്നെ വേറെ ഏതോ നിൽക്കുന്ന ഒരു പയ്യന, പിന്നെ ഈ പട്ടർ എന്ന് പറയുന്ന ഈ മണിയുടെ എല്ലാവരുടെയും കൂട്ടുകാരനും എല്ലാം ആണ് എപ്പോഴും വരുന്ന ആളാണ്. അയാൾ ഇപ്പോഴും ഈ ദയിപ്പിക്കുന്ന ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടുപിരിഞ്ഞുള്ളൂ, എപ്പോഴും അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് അവരിങ്ങോട്ട് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ചോദിച്ചാൽ എൻ്റെ സംശയമല്ല, എന്നെ ഇരിക്കട്ടെ സംശയിക്കുന്ന ആരും.
മണിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും മണി പറയുകയാണ് ദേ ഇത് കണ്ടോ ഇന്നതാണ് ഉഗ്രൻ, നമ്മുടെ ഇതാണ്. അങ്ങനെ അയാൾക്ക് ഒരു ശത്രു വരാൻ വഴിയില്ലെന്നേ. അതൊക്കെ അന്ന് ആ ഒരു നല്ല രീതിയിൽ നടന്നു പോകുന്ന ആ ഒരു സംസാരം, ആ തോട്ടത്തിൽ നടക്കുന്ന ആ ഒരു ഗാനമേള അല്ലെങ്കിൽ ഓർക്കസ്ട്ര, അങ്ങനെ പാട്ട് കൂത്തൊക്കെ ആയിട്ട് നടക്കുമ്പം അത് ആസ്വദിക്കാൻ വരുന്ന നല്ല കൂട്ടുകാരിൽ പെടുത്തി അങ്ങനെ ഒരു നല്ല മണിയെ ഇഷ്ടപ്പെട്ട് മണിയോട് ഏറ്റവും ചേർന്ന മണിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആരെയും അവിശ്വസിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ ചാനലിൽ പറയാൻ പറ്റും ഇന്ന ആളെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എനിക്ക് എങ്ങനെ സംശയം? എനിക്കെന്ത് സംശയം? ആരെ സംശയിക്കും? എങ്ങനെ സംശയിക്കും? ഇത്രയ്ക്ക് സഹായിയായിട്ടിരിക്കുന്ന എല്ലാവർക്കും ചങ്കായ 100 നാക്കാ കൂടെ ഉള്ള എല്ലാവർക്കും എല്ലാവരും പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജാഫർ. അതിന്റെ സാഹചര്യങ്ങൾ എന്തെങ്കിലും സംശയം താങ്കൾക്കുണ്ടോ ആ അവസ്ഥകളിൽ? അല്ല, അതിൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് രാവിലെ ഈ ഞങ്ങൾ പോയി 11:30 പിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിരക്ഷയ്ക്ക് കിടന്ന 2-3 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മദ്യം ഉപയോഗിക്കാതിരിക്കുക ആ പറഞ്ഞ ആളുകളിൽ ആരാണ് കസ്റ്റഡിയിലുള്ളത് ഇപ്പോൾ? കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് 2 കയ്യിലും വിലങ്ങ് വെച്ചുകൊണ്ട് പോയൊന്നുമല്ല. ഇന്നലെ ആ പോലീസുകാർ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ആരൊക്കെയാണ് കിടന്നത് ഇവിടെ, എൻ്റെ കൂടെ വാ ഒന്ന് സ്റ്റേഷൻ വരെ പോവാം. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ ഇൻറ്റിമേഷൻ ഇത് മൊഴിയെടുക്കാനായിട്ട് ചെന്ന സമയത്ത് ആ മണിയുടെ ഇളയ അളിയൻ അവിടെ ഉണ്ട്, സ്റ്റേഷനിലുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും അതിനു മുമ്പ് ഞാൻ അറിഞ്ഞു. നമ്മുടെ മറ്റുള്ളവർ പറഞ്ഞു കടുക്കനെ പോലീസൊന്ന് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ വേറെ ആരോ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഒരു വല്ലാത്ത ഒരു ദുഃഖത്തിലേക്ക് ഞാൻ പോണ സമയത്ത് പലതും എൻ്റെ ചെവി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ അവനെ കൊണ്ടുപോയി, ഇവനെ പിടിച്ചു. എനിക്കതല്ല, നമ്മുടെ ഒരു ആത്മസുഹൃത്ത് പോയതിൻ്റെ ആ വിയോഗത്തിൽ ഇങ്ങനെ കിടന്നു. പക്ഷേ ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഹാജരാകേണ്ട വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ അവിടെ നടന്ന നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ പോലെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയൊരു എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഒരു ചെറിയൊരു പുള്ളിക്കൊക്കെ ഒരു വ്യത്യാസം വരുമായിരിക്കും, അല്ലാതെ ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. ഇതാണ്. പക്ഷേ സംശയത്തിൻ്റെ നിഴലിൽ വയ്ക്കാൻ പറ്റില്ല. തെളിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. തെളിയണം. ഇപ്പോൾ അളിയനാണോ പോലീസ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല, ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ അളിയനാണോ? അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് അളിയനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നേരത്തെ ഒക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും എൻ്റെ വൈഫിന്റെ ആങ്ങളമാരാ 2 പേരുണ്ട്, അതിനകത്ത് ഞാനാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡയറക്റ്റ് അളിയനാണോ അവർ സ്വന്തക്കാരിൽ പെട്ടാണോ എന്നറിയില്ല. ഞാനൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഓടി വരുന്നു. അത് തന്നെയല്ല, മണിയുടെ ഒരു കാര്യത്തിനും എപ്പോഴെങ്കിലും ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ അയ്യോ മണിച്ചേട്ടൻ വിളിക്കും, കൊടുക്കണം, ഇത് പിന്നെ വെള്ളം എടുത്ത് കൊടുക്കണം, ആഹാരം എടുത്ത് കൊടുക്കണം, അത് തന്നെ തിരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊന്നും ഒരിക്കലും ഒരു സംശയത്തിന് ഇടവരുന്ന ഒരു സ്നേഹമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. അവർ നമ്മളെങ്ങനെ എന്താ ഇത് എന്നാണുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഈ പൊതുസമൂഹം അറിഞ്ഞിട്ടില്ല. ഈ ചോദ്യമാണ്, ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതെന്നതാ? അത് വലിയ ദുഃഖത്തോടെയാണ് ജാഫർ അത്തരം ചോദ്യങ്ങൾ നാം നേരിടേണ്ടി വരുന്നത്. ഈ ആളെ പോലീസ് വരുമ്പോൾ അവരുമായി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ താങ്കളോട് വരുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോഴും പോലീസ് അവരോടൊപ്പം ചേർത്ത് വെക്കണം? ഞാൻ പ്രത്യേകിച്ച് സാങ്കേതികമായ പേരുകൾ പറയുന്നില്ല. എന്തുകൊണ്ട് പോലീസ് ഇപ്പോഴും പോലീസിന്റെ അടുക്കൽ തന്നെ അയാളെ സൂക്ഷിക്കണം? ആ ഒരു ചോദ്യം ഉയരുകയാണ്. പോലീസ് താങ്കളോട് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും അംശത്തിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നോട് അങ്ങനെ ഒന്നും. അത് തന്നെയല്ല, ആ ഉദ്യോഗസ്ഥർ കാണിച്ചൊരു മര്യാദയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് നമ്മളൊരു സിനിമ നടനോ ഒരു സീരിയൽ നടനോ അല്ലെങ്കിൽ സെലിബ്രിറ്റി അതൊന്നും അല്ലാത്ത ഒരു സ്നേഹത്തോടു കൂടി 3-4 ഓഫീസേഴ്സ് ഇരുന്നിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് കാര്യം ഒരു സാറാണ് ജാഫർക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ജാഫർക്ക, വേറൊരു പയ്യൻ ഒരു പോലീസുകാരൻ ജാഫർക്ക, ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്നെ കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് ഒരു ക്രിമിനലിനെ ഒരു രാജ്യദ്രോഹിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പറയൂന്നൊന്നും പറയുന്ന എല്ലാ ചോദ്യം. അവർ നല്ല ഡീസൻ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചു, എപ്പോൾ ചെന്നു അവിടെ, എന്നായിരുന്നു സംഭവം, ഇന്ന പോലെയാണ് സംഭവം, എത്ര പേരുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതിൽ അറിയാൻ പറ്റും. ഞാനവിടെ മൊഴി കൊടുത്തു. അതിനുശേഷം സർക്കിൾ അദ്ദേഹം വന്നിട്ട് ഒന്ന് നേരിട്ട് കേട്ടിട്ട് പോവാം എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് കോള്,
ഇതെവിടെയാണ്? അപ്പം ഇവർ പറഞ്ഞു കോള് വരുവാണെങ്കിൽ എടുത്തു. എൻ്റെ വൈഫിൻ്റെ കോളാണ്. ഇടുക്കിയിൽ എൻ്റെ ഉമ്മയുടെ മൂക്കയിൽ കപ്പളങ്ങ വേണ്ടിയിട്ട് പാലം പൊട്ടിക്കിടക്കുക ഇടുക്കി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അത് കാണാനായിട്ട് എൻ്റെ വൈഫും മക്കളും ഒക്കെ പോയിട്ട് ഇന്നലെ പോയത്. അപ്പോൾ ഇന്നാ തിരിച്ചു വന്നു. അവർ വന്നിട്ട് ബസ്സിന് വന്നു. എൻ്റെ കാറ് വിറ്റു. അത് ഞാൻ പറഞ്ഞു. മണി ഇരിക്കുമ്പോൾ മേടിച്ചു 7 കൊല്ലം മുമ്പ്, 6.5 കൊല്ലം മുമ്പ് ഒരു കാറ് മേടിച്ചു. ഈ മിനിഞ്ഞാന്ന് മണി ഇരിക്കുമ്പോഴാണ് ആ കാറ് വിറ്റതിൻ്റെ പൈസ. കാറ് വിറ്റതും അന്ന്. മണി ഇരിക്കുമ്പോൾ കാറ് മേടിച്ചു, കാറ് വിറ്റതും മണി ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാറില്ലാത്തതുകൊണ്ട് അവർ കാറിൽ പോകുന്നവരുമല്ല, അവർ ബസ്സിന് പോകുന്നവരാണ്. ബസ്സിന് പോകും. ആ ബസ്സിന് പോയി തിരിച്ചു വന്നൊന്നും അറിയാൻ പറ്റില്ല. വൈഫ് വിളിച്ച് കഴിയുമ്പോഴത്തേനും വൈഫ് എന്നോട് പറയുന്ന എൻ്റെ ചേട്ടൻപുള്ളി സാറാസ് കറി പൗഡറിൻ്റെ ഒരു ഡീലറാണ്. അപ്പോൾ അയാളെ എവിടെയോ ഒരു കടയിൽ വെച്ചിട്ട് കണ്ടു. ജാഫർ ഇടുക്കി 5 പേരെയും ചോദ്യം ചെയ്യുന്നു മറ്റാ പറഞ്ഞു. നമ്മളൊരു ഹൈ റേഞ്ചിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അവർ പേടിച്ചിട്ട് അവർ വിളിച്ചപ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ വൈഫ് ഇത് വിളിക്കുന്നു, ചാനലിലൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ കണ്ണും വായും വിളിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ചാനലുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവിടെ പോകാം, എന്തെടുക്കാം, അവരവരുടെ ധർമ്മം കാണിക്കും. ശ്രീ ജാഫർ, ഈ ബന്ധുക്കളും ഈ സാമ്പത്തികമായി വലിയ അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ താങ്കൾ പറയുമ്പോൾ എന്തെങ്കിലും, ഇതൊക്കെ സ്വാഭാവികമാണ്, ഏതൊരു കൊച്ചു കുടുംബത്തിലും ഒക്കെ നടക്കുന്നതാണ്, അങ്ങനെ സാമ്പത്തികമായി എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ? അതായത് ഞാനൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞോളാം. ഈ കലാഭവമണി എന്ന് പറയുന്ന ആള് ഇപ്പോൾ ചാനലിൽ ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു ജാഫർ എന്ന് പറയുന്ന ആളുമായിട്ടാണ് ഭയങ്കര അടുപ്പം, ഇത്ര ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് പറയുന്ന ഞാൻ ആള് പറയാം. എന്നെ അദ്ദേഹം സ്നേഹിച്ചു, ഞാനും സ്നേഹിച്ചു. ഒരു സ്നേഹമായിരുന്നു, ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കണ്ടു. ഞാൻ മണിബായി എന്ന് വിളിച്ച ആ വാക്ക് മാറ്റിയിട്ടില്ല. അത്ര സ്നേഹമായിട്ടിരിക്കുന്ന ആളുടെ വീട്ടിൽ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടില്ല. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് നിമ്മിയും ആ കുട്ടിയും ഒക്കെ ആയിട്ട്, ആ അമ്മായി അച്ഛനും ഒക്കെ ആയിട്ട് ഒരു മിനിറ്റ് സംസാരിച്ച ഒരു പരിചയം. അല്ലാതെ എൻ്റെ വൈഫും മക്കളും അവിടെ പോയി ഒരു ദിവസം കിടന്ന് എല്ലാവരും ഞങ്ങൾ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ടൂറ് പോയി. ഈ ബന്ധമൊന്നുമില്ല. ഞാനും മണിയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 കൊല്ലമായിട്ടുള്ള, അത് 20 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10-20 കൊല്ലം, ആ 20 കൊല്ലമായിട്ടുള്ള ഒരടുപ്പവും അങ്ങേർക്ക് എന്നോട് സാഹചര്യം ഇത് മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കാൻ പറ്റിയതും. അല്ലാതെ എനിക്ക് ആ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൂടാതെ തമാശ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചേട്ടനനിയന്മാരുടെ കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ വേലാഞ്ചേട്ടൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ഇന്നയാൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ കുടുംബ പ്രശ്നമെന്നൊന്നും പറയുന്ന ഒരു സംഭവങ്ങൾ ആ വീട്ടിലില്ലാത്തതല്ലേ. മണിക്കെന്നാ കുടുംബ പ്രശ്നം നടക്കണേ? ഒരു ലൊക്കേഷനിൽ ഒരു ഷൂട്ട് കിടന്നിട്ട് 1 മിനിറ്റിൽ ഒരു മണിക്കൂറിൽ 3 പ്രാവശ്യം വിളിച്ചേച്ച് വൈഫിനോടും കൊച്ചിനോടും സംസാരിച്ചില്ലേ. പള്ളിക്കൂടത്തിൽ പോകാത്ത ദിവസം ആ കൊച്ചും ഒക്കെ ആ ഫോണിൽ തൂങ്ങിക്കിടക്കും. അങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങനെ സംസാരിക്കുക, അങ്ങനെ അതായത് അതൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടല്ലോടല്ലോ, അതൊക്കെ സ്വർഗത്തിലായിരുന്നു. അയാൾ സ്വർഗത്തിൽ ആ വൈഫിനെയും ആ കുട്ടീനെയും അവരുടെ സ്വന്തക്കാരെയൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ സ്വന്തക്കാർക്കും ഒത്തിരി കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നോർത്തുകൊണ്ട് മണീനെക്കാലം വലിയ 5 കോടി രൂപയുടെ വീടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരു 2-3 ലക്ഷം രൂപയൊക്കെ കൊടുത്തൊരു വീടും വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും പെങ്ങടെ മോനെ ഗൾഫിലും കയറ്റി വിട്ടു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാരണം. പക്ഷെ അതിലൊക്കെ ഉപരി സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നതിലുപരി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവങ്ങളെ കണ്ടാൽ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തൂക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. അവിടെ എന്താ മോനെ എന്താ വെച്ചിട്ടും എന്തായാലും കൊടുക്കും. ആ കൊടുക്കുന്നവർക്ക് ഉപകരിക്കും. അത് എന്നിട്ട് അത്ത വെച്ച് വെച്ചുകൊണ്ട് അങ്ങ് പോകും. അതായത് അതിനൊരു അറപ്പില്ലാത്ത ഒരാളായിരുന്നു. ആ പുള്ളിനെ കുറിച്ച് ഞാൻ എന്ത് പറയും? നമ്മൾ എന്ത് പറയും? ആര് വൈരാഗ്യങ്ങളുണ്ടാവും? അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ ജാഫർ. ആ ഒരു താങ്കളുടേതായ രീതിയിൽ അതൊക്കെ ഒന്ന് പ്രേക്ഷകർ കാണും താങ്കൾ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ചോദിച്ചത്. ആ കഷ്ടപ്പാട് ഓരോരുത്തരെയും തോളോട് തോൾ ചേർത്ത് നിർത്തിയ കലാഭവൻ മണി, കഷ്ടപ്പാടിൻ്റെ ഏറ്റവും നെരിപ്പോടിൽ നിന്നുകൊണ്ട് ഉന്നതങ്ങൾ കീഴടക്കിയ മണി, ആ മണിയെ നാം ആ വ്യക്തിയും കലാകാരനുമൊക്കെയാണ് ഇനി പരിശോധിക്കേണ്ടത്. താങ്കൾ നമ്മോടൊപ്പം ആ കലാകാരനെ അനുസ്മരിക്കുമ്പോൾ ദയവായി തുടരുക കുറേ സമയം കൂടി. പകല് മുഴുവൻ കഷ്ടപ്പെട്ട തൻ്റെ അച്ഛനെയും അമ്മയെയും കലാഭവൻ മണി എന്നും ഓർത്തിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ഏതവസ്ഥകളാണ്, ആ അവസ്ഥകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിച്ചത്. അവിടെ നിന്നാണ് ഞാൻ മലയാള സിനിമയിലെത്തിയത്, അവിടെ നിന്നാണ് ഞാൻ തമിഴിലെത്തിയത്, അവിടെ നിന്നാണ് ഞാൻ തെലുങ്കിലെത്തിയത് അടക്കം പറയുമ്പോൾ പകലന്തിയോളം കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടിൻ്റെ കഥകൾ ഓരോരുത്തർക്കും പ്രചോദനമാണ് ജാഫർ. കലാഭവൻ മണി തന്നെ തൻ്റെ ശബ്ദത്തിൽ അത് പങ്കുവച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച്
എന്റെ മോളെ കാത്തത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കാത്തത്തിലാക്കല്ല വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കാത്തത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കാത്തത്തിലാക്കല്ല വേല ഇതാ കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കാശത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കാശത്തിലാക്കല്ല വേല ഇതാ യെസ് ജാഫ്രിഡിക്ക് അദ്ദേഹത്തിന്റെ ഏതൊക്കെ തരത്തിലായിരുന്നു അതൊക്കെ നാം കണ്ടതാണ്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മണി കേരളത്തിന്റെ മുത്താണ്. താങ്കൾ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെതുമല്ല, തമിഴിൻ്റെ തമിഴുകാർ ഏതു തരത്തിലാണ് മണിയെ വിശേഷിപ്പിച്ചിരുന്നതൊക്കെ നമുക്കറിയാം. തെലുങ്കായി കഴിഞ്ഞാലും ഒക്കെ കേരളത്തിൻ്റെ മണ്ണ് വിട്ട് രജനീകാന്തിനോടൊപ്പം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള വില്ലൻ വേഷങ്ങൾ ഏതു തരത്തിലായിരുന്നു, എന്ത് ആർജവമുള്ള വേഷങ്ങളാണ് മണി കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ ആ ആർജവത്വം അതെന്നും മണി പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടിയുടെ ആർജവം എന്നുള്ളതാണ്. അത് മണിയുടെ തന്നെ വാക്കുകളാണ്. അങ്ങനെ ചാലക്കുടി മണിക്ക് ഏറ്റവും വളരെ ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നുണ്ടെങ്കിൽ മണിയുടെ വളർച്ചയ്ക്ക് ആ പ്രദേശത്തിനും അതിൻ്റെതായ പങ്ക് കാണും, കൂട്ടുകാർക്കും താങ്കൾ അടക്കമുള്ളവർക്ക്. ആ ചാലക്കുടി മണിക്ക് എന്തായിരുന്നു മണിയുടെ വാക്കുകൾ? ജാഫർഡിക്ക് മണിയുടെ ആ പ്രകടനം അത് ഏതു തരത്തിലെന്നുള്ളതാണ്. ആ വ്യക്തിത്വം, ആ കലാകാരൻ എങ്ങനെയാണ് ഒരു സദസ്സിനെ മൊത്തം കയ്യിലെടുക്കുന്നത്, അതോടൊപ്പം തന്നെ അതേ ആർജവം തന്നെയായിരുന്നു സ്ക്രീനിലടക്കം കണ്ടിട്ടുള്ളത്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വശ്യത, ആ വശ്യത തന്നെയാണോ മണിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി താങ്കൾ കാണുന്നത്? അത് ദൈവത്തിന് ഈ നമ്മുടെ ക്രൈസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മാതാവിൻ്റെയും അതല്ല ഏത് ദൈവങ്ങളുടെയൊക്കെ ഈ തലയുടെ മുകളിലൊരു ചെറിയൊരു റൗണ്ട് ഇങ്ങനെയാണ്. ഒരു റൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ റൗണ്ട് ഒരു പ്രഭയാണ്. ആ പ്രഭ ഉണ്ടായിരുന്നു. അതായത് എന്തു തൊട്ടാലും പൊന്ന. അതായത് അദ്ദേഹത്തിനെ പഠിപ്പിക്കണ്ട ഒന്നും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുത്താൽ മതി, പുള്ളി അവർ വെച്ചാലേക്കുള്ളൂ. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സാധനത്തിൻ്റെ ഉത്തരവാദിത്തം, കർമ്മം, ഒരു പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചില്ല, ആ സ്റ്റേജിൻ്റെ ഉത്തരവാദിത്തം, ആ സ്റ്റേജ് എങ്ങനെയാണ് എല്ലാവരും എടുക്കുക. 6:55 പുറപ്പെടുമെന്ന് പറഞ്ഞാൽ 6:50 6:50 6 മണിക്ക് ചിലപ്പോൾ പുള്ളി റെഡിയാവും. അതാ കലാഭവൻ എന്ന് പറയുന്ന ആ അച്ഛൻ്റെ അടുത്ത്, ആ ബേലച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരു സമയം എപ്പോഴും പറയും, അവിടുത്തെ ആ പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ 100 രൂപ പിടിക്കും എന്ന് പറയുന്ന ആ ഒരു പഞ്ച്വാലിറ്റി ഉള്ളൊരു മനുഷ്യൻ. അത് തന്നെയല്ല അങ്ങേര് ഇനി രജനീകാന്ത് സാറിൻ്റെ അടുത്തല്ല, തമിഴിലല്ല, കന്നഡല്ല, എവിടെ പോയി കഴിഞ്ഞാലും ഇനി ഹിന്ദി സിനിമ ചെയ്യാനുള്ള ഇടയ്ക്ക് പറയുമായിരുന്നു, ഇനി ഹിന്ദിക്ക് പിടിക്കാം എന്ന് പറഞ്ഞു. ഹിന്ദി ചെന്നാലും കലാഭവമണി ഓക്കെയാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഭയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഐശ്വര്യമായിരുന്നു. എല്ലാത്തിലും വിജയിച്ച് നിൽക്കും. പക്ഷേ ദൈവം 44 വയസ്സിൽ മരണം കൊടുത്തു. യെസ് ഫക്രുദ്ദീൻ, ജാഫ്രിഡിക്ക് പറയുന്ന ആ ഒരു പ്രഭ, അത് കഥാപാത്ര സൃഷ്ടിയിൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ജാഫ്രിഡിക്ക് സൂചിപ്പിക്കുകയാണ്, പറഞ്ഞാൽ മതി, ബാക്കി കലാഭവൻ മണി അങ്ങ് ചെയ്യും. എന്താണ് ആ ചെയ്യുന്നത്? ഒരു മേക്കിംഗ് എ ഫിലിമിൽ ഡൂയിങ് എ ഫിലിം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ കലാഭവൻ മണി ഈ ഗ്രാമറിലൊന്നുമല്ല, ഗ്ലാമർ ഒന്നുമല്ല, ആക്ടിംഗ് ക്ലാസ്സുകളൊന്നുമല്ല. പക്ഷെ ജാഫ്രിഡിക്ക് പറയുന്നു, പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ അങ്ങ് കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ജാഫ്രിഡിക്കയുടെ കണ്ടെത്തലുകൾ തന്നെയല്ലേ ഏറ്റവും വസ്തുതയെ അവതരിപ്പിക്കപ്പെടുന്നത്? ഇപ്പം
ഇദ്ദേഹത്തിന് കലാഭവൻ മണിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, മോഹൻലാൽ മമ്മൂട്ടി തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. മോഹൻലാൽ എപ്പോഴും കാര്യങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ മോഹൻലാൽ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്, അത് മോഹൻലാലാണ് ഇറങ്ങി വരുന്നത്. എന്ന് വെച്ചാൽ മോഹൻലാൽ ആ അനുഭവത്തിൽ വന്ന് ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുക. മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് പിന്നെ സിനിമകളിലൊക്കെ തന്നെ ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുക. മമ്മൂട്ടി എന്ന് വെച്ചാൽ അതല്ല, ആ ക്യാരക്ടറായിട്ട് മമ്മൂട്ടി ഇറങ്ങി ഒരു പരകായ പ്രവേശനം നടത്തുന്നത്. രണ്ട് രീതിയിലുള്ള ആക്ടിംഗ് ആണ്, ഒന്ന് ഇൻറ്റേർണലൈസ് ചെയ്യും, ഒന്ന് എക്സ്റ്റേണലൈസ് ചെയ്യുകയും ചെയ്യും. മണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് മണി ഇത് രണ്ടും ചെയ്യും. മണി ഇപ്പോൾ ഉദാഹരണമായിട്ട് വാസന്തി ലക്ഷ്മിയിൽ മണി ചെയ്തൊരു ക്യാരക്ടർ, മണി അത് ഇൻറ്റേർണലൈസ് മോഹൻലാലിനെ പോലെ ചെയ്തതാണ്. അതിലൊരു യാതൊരു ഓവർ ആക്ടിങ് ഉണ്ട്, വളരെ അണ്ടർ ആക്ടിങ് ആയിരുന്നു, ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടാണ് മണി ചെയ്തത്. എന്നാൽ വേറെ ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നാട്ടുരാജാവിലെ മണിയുടെ ഒരു ക്യാരക്ടർ, മണി അതൊരു എക്സ്റ്റേണലൈസ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നാട്ടുരാജ പോലുള്ള സിനിമകൾ, അല്ലെ ഓറഞ്ച് പോലെയുള്ള സിനിമകളെല്ലാം, അതുപോലെ തന്നെ ലോകനാഥൻ IAS പോലെയുള്ള സിനിമകൾ, ഈ രണ്ട് തരത്തിലുള്ള ആക്ടിങ്ങും തരാതരം പോലെ മണി ബോധവും ചെയ്യുന്നതായിരിക്കില്ല. അത് മണിക്ക് അങ്ങ് വയങ്ങുമായിരുന്നു. അത് ഏത് സിറ്റുവേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് ആ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ മണിക്ക് പറ്റുമായിരുന്നു. അതാണ് മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മണി ഒരുപക്ഷെ ഈ സ്കൂളുകളൊന്നും, മോഹൻലാൽ മമ്മൂട്ടി മണിയൊന്നും തന്നെ സ്കൂളുകളിൽ നിന്ന് ആക്ടിങ് പഠിച്ച പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളല്ല. പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളെ പ്രശ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഫഹദാണെങ്കിലും നമ്മുടെ മമ്മൂട്ടിയുടെ ദുൽഖർ ആണെങ്കിലും എല്ലാം തന്നെ അവരെല്ലാം തന്നെ ഇപ്പോൾ ഇൻറ്റേർണലൈസ് ചെയ്ത് അഭിനയിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ പറഞ്ഞ് എക്സ്റ്റേണലൈസ് ചെയ്ത് അഭിനയിക്കുന്ന, അല്ല കലാഭവൻ മണി ചെയ്ത പോലെ ഉള്ള എക്സ്റ്റേണലൈസ് ചെയ്ത് അഭിനയിക്കുന്ന രീതി അവർക്കില്ല. മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്തമായ സ്കൂളുകളെ മണിക്കിതൊന്നും അറിയില്ല, മണിക്ക് അറിയാത്തതായ മണി ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മണിയുടെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ടായിരുന്നു. ആയിരുന്നു മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഒരുപക്ഷെ മണിയുടെ ദുരന്തം അത് തന്നെയായിരുന്നു. മണി ഒരു പരിധി കഴിഞ്ഞപ്പോൾ മണി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാനേ, കിട്ടാവുന്ന എടുക്കുകയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം സായികുമാർ ഒരിക്കൽ സെലക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോഴാണ് സായികുമാറിന് ആ ഒരു പിന്നെ പ്രഭയെന്ന് അദ്ദേഹത്തിന് പ്രഭ അത് നഷ്ടപ്പെട്ടു, നായക നടൻ എന്നുള്ള രീതിയിൽ. അപ്പം മണി ചില ഓറഞ്ച് പോലെയുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ വല്യേട്ടനിൽ മണി ചെയ്ത പോലെ ക്യാരക്ടേഴ്സ്, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് മണി റിപ്പീറ്റ് ചെയ്ത്. ഇത് മുകേഷിന് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നം മണിക്ക് വന്നിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ നിയതമായ അഭിനയത്തിൻ്റെ ചട്ടക്കൂടുകളെ അതിലംഘിച്ച് മുന്നോട്ട് പോയി സ്വന്തമായിട്ടുള്ള ഒരു മണിയൻ സ്റ്റൈൽ ഉണ്ടാക്കി എന്നുള്ളതാണ് മണിയുടെ ഏറ്റവും വലിയ അഭിനയത്തിലുള്ള മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്നവൻ്റെ മറ്റു അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അഭിനയത്തിൻ്റെ മറ്റാർക്കും, ഒരുപക്ഷെ മലയാളത്തെ മറ്റു നടന്മാർക്കൊന്നും, തിലകൻ ചേട്ടനൊക്കെ ഒരുപക്ഷെ അയന്നു വരാം, വേറെ ആർക്കും മുന്നിന് നടന്മാർക്കൊന്നും കഴിയാത്ത രീതിയിൽ ഒരു ദളിതൻ IAS അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു ദളിതൻ IPS അഭിനയിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു ദളിതൻ ഓട്ടക്കാരനായാലും പിന്നെ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഏറ്റവും സൂക്ഷ്മ തലത്തിൽ പോയിട്ട് ഇത് അങ്ങേയറ്റം യാഥാർത്ഥ്യമാണ്. അവിടെ മണി എന്നുള്ള ആ ഒരു വ്യക്തി തന്നെയാണ്, വേറെ ക്യാരക്ടർ, മണി എന്നുള്ള വ്യക്തി തന്നെയാണ് ഇത് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് തോന്നൽ നമുക്ക് ഉണ്ടാക്കാനും ഇതിനൊക്കെതിരെ അന്നപർണ്ണ മണിയമ്പിള്ളല്ല മറ്റേ ഭീമൻ രഘുവിൻ്റെ മുഖത്ത് പോയി ഒന്ന് കൊടുക്കാൻ നമുക്ക് തോന്നുന്ന ഒരവസ്ഥാവിശേഷം മണി ഉണ്ടാക്കും. യെസ്, അത് തന്നെയാണ് മണിയുടെ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമാക്കുന്നതെങ്കിൽ, ആ കഥാപാത്രത്തെ വളരെ സ്വാഭാവികത ഉള്ളതാക്കുന്നതെങ്കിൽ, മണിയുടെ ജീവിത രീതികൾ ആ കഥാപാത്ര സൃഷ്ടിയിലൂടെ പുറത്തു വരുമ്പോൾ മണി കഥാപാത്രങ്ങൾക്ക് നൽകിയതെന്ത്, കഥാപാത്രങ്ങൾ മണിക്ക് നൽകിയതെന്ത്, കാലത്തും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മണിയുടെ വാക്കുകളിൽ ശ്രീ ജാഫ്രി ഇടുക്കി, തൈരും ഉള്ളിയും പച്ചമുളകും ഉടച്ചു ചേർത്ത നല്ല പഴങ്കഞ്ഞി കുടിച്ച ശീലം, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ്. തൈരും ഉള്ളിയും പച്ചമുളകും ഉടച്ചു ചേർത്ത നല്ല പഴം കഞ്ഞിയുടെ രുചി, പതിമുഖവും തുളസിയും ഇട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെയാണ് മണി പറയുന്നത്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി നിൽക്കുമ്പോൾ സല്ലാപത്തിലെ ചെത്തുകാരൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞതും. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനില്ല കഥാപാത്രവും ഒക്കെ, ആ കഥാപാത്രങ്ങൾ എന്നും മലയാളിക്ക് അഭിനയത്തിൻ്റെ രോമാഞ്ചം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതൊക്കെ മണിയുടെ സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് എങ്ങനെ താങ്കൾ കാണും ശ്രീ ജാഫ്രി ഇടുക്കി? അതെ, അത് വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യം. സാധാരണ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാധാരണക്കാരനായി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്. അത് മണിയാണോന്നില്ല, മനുഷ്യത്വം ഉണ്ടാകണം. മനുഷ്യത്വം ഉള്ള ഒരു സാധാരണക്കാരന് ഈ ചമ്മന്തിയും പയറും ഈ ഉണക്കമീൻ വറുത്തതും കഞ്ഞിയും മറ്റേ ചമ്മന്തിയും പയറും എല്ലാം ശരിയാണ്. സാധാരണക്കാരനായ മനുഷ്യത്വം വേണമെന്നേ. മനുഷ്യത്വം ഇല്ല ഇപ്പോൾ ആർക്കും മനുഷ്യത്വം. ഈ ഫക്രുദ്ദീൻ അലി സാർ സഖാവ് പറഞ്ഞ പോലെ അദ്ദേഹം ആ പറഞ്ഞതിനകത്ത് എനിക്ക് ഇനി മറുത്തെനിക്ക് സംസാരിക്കണ്ട, അദ്ദേഹം അതിനകത്തെല്ലാം ഉൾക്കൊള്ളിച്ച് പറഞ്ഞു. അതൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാളല്ലല്ലോ. ഞാനിപ്പോൾ ഒരു സിനിമ നടനോ അല്ലെങ്കിൽ ഒരു സീരിയൽ നടനോ ഒരു മിമിക്രിക്കാരനോ എന്നുള്ള നിലയ്ക്കല്ലാതെ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റാൻ, അതെല്ലാം ഇൻ്റർവ്യൂവിലും പറയാറുമുള്ള. ഇങ്ങനെയുള്ള വലിയ ആൾക്കാർ പറയുന്ന ആ കാര്യത്തിനകത്ത് അത് നിരീക്ഷിച്ചിട്ട് പറയുക. ഇത് നിരീക്ഷിക്കുകയെല്ലാം ചെയ്ത് എൻ്റെ അനുഭവം പറയുന്നത്. എൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും കറക്റ്റാണ്. ഒരു മാഡം സംസാരിച്ചു, അവരും പറഞ്ഞ അവരുടെ അനുഭവം അതും കറക്റ്റാണ്. ഒരു സാധാരണ മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യനായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉള്ളിയും മുളകും ഒക്കെ ഇടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെയൊരു കാര്യം കാണിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ മീഡിയയിലിരിക്കുന്ന ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും
ഈ പിന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വ്യക്തമല്ല, എനിക്ക് മറന്നുപോയി, ഒത്തിരി നേരത്തെ പറഞ്ഞല്ലേ. അതിൻ്റെ ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹം ഇടയ്ക്ക് കാണിക്കുമായിരുന്നു, ജാഫറെ ഒന്ന് അല്ലെ ആരെങ്കിലും ഇരിക്കുവാണെങ്കിൽ പറയും, ഒരു വാളംപുളി എടുക്കുക. വാളംപുളി എടുത്തിട്ട് അതിൻ്റെ ആ വാളംപുളി ഇങ്ങനെ അതിൻ്റെ ചരടേന്ന് ഇങ്ങനെ അതിൻ്റെ ഞരമ്പേന്ന് എടുത്ത് കളയുക, കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വായിലൊക്കെ ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട്, ഇച്ചിരി ഉമിനീര്. ഇത് ഇയാൾ ഇങ്ങനെ കാണിക്കണ, അത് അങ്ങേർക്കേ പറ്റുള്ളൂ. ഇതുണ്ടല്ലോ, ഇത് കൂട്ടിയാൽ കൂടില്ലാത്ത ആളായിരുന്നു കേട്ടോ, കൂട്ടിയാൽ കൂടില്ലാത്ത ആളായിരുന്നു. പക്ഷേ പടച്ചവൻ നിശ്ചയിച്ച ആ ഒരു ആയസിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിന് ഏത് രീതിയിൽ കൊണ്ടുപോയി അത് എല്ലാവരും കൂടി തീരുമാനിക്കുക. അതിനെ കൂട്ടിയാൽ കൂടില്ല. അല്ല, സിനിമാക്കാരെല്ലാവരും എല്ലാ വിമർശകരും ഒക്കെ പറയും പോലെ ഇതിന് പകരം വെക്കാനില്ലായിരുന്നു, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയണേ. ഇതിന് പകരമൊന്നുമില്ല. ഈ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരാളെ കിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരാളെ കിട്ടില്ല. എല്ലാത്തിനും തയ്യാറാണ്, എല്ലാം. ആ അവസ്ഥ ജാഫർ ധന്യരാമൻ കൂടി പങ്കുവയ്ക്കും. കലാഭവൻ മണിയുമായി ഒത്തിരി അടുത്ത് ഇടപഴകുകയും ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ പാട്ട് മണിക്ക് ഒരു വീക്ക്നെസ് ആണെങ്കിൽ അതൊക്കെ ധന്യരാമൻ ഷെയർ ചെയ്യുമ്പോൾ ധന്യ ഒരുപക്ഷെ ആ മണി താങ്കളുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ സാമൂഹ്യ രംഗത്താണെങ്കിൽ കൂടിയും മണി പാട്ട് പാടുകയും താങ്കളെ കൊണ്ട് പാടിപ്പിക്കുകയും ഒക്കെ ചെയ്ത വളരെ സുന്ദരമായ നിമിഷങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ജാഫർ മറ്റൊരു അർത്ഥങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് ആ അവസ്ഥകൾ? അല്ല, ഞാൻ അന്ന് ബി പോസിറ്റീവ് ഇൻ്റർവ്യൂവിൽ എള്ളുള്ളേരി എന്നുള്ള സോങ് രണ്ടുപേരും പാടിയിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ മാവലൻ സമുദായത്തിലെ പെൺകുട്ടികൾ 10-13 വയസ്സിൽ അവർ മെച്ചുവേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആങ്ങളമാരൊക്കെ എല്ലാവരും കൂടി നിന്നാണ് ഈ ചടങ്ങ് ചെയ്യുക. അപ്പം ഈ ജന്മിമാർ ആ സമയത്ത് ഈ വീട്ടിലെ പുരുഷന്മാരൊക്കെ കോട്ടയ്ക്കകത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഈ ഓരോ കോട്ടയ്ക്കകത്ത് ഈ ആങ്ങള പയ്യനെ തപ്പിപ്പോയി അവസാനം ഒരു ജന്മിക്ക് ആദ്യത്തെ അടി കൊടുത്തിട്ട് അവിടുന്ന് ഈ പയ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ചടങ്ങ് നടത്തുന്ന ഒരു സംഭവമാണ് എള്ളുള്ളേരി എന്നുള്ളത്. അപ്പൊ അതൊക്കെ സാധാരണ ഏത് തരത്തിലായിരിക്കും മണിയായിട്ട് പങ്കുവെച്ചത്? അല്ല ഞാനത് അദ്ദേഹത്തിന് പാടിക്കൊടുത്തു. അതല്ല ഇപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടിത്തരാം. അദ്ദേഹത്തോട് പാടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പാട്ട്. ഈ അമ്മ ജോ ഓ ലേ 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 ജോ മൈനദിക്കായി ഉള്ളയിലെ പുകയാ ഓയ്യോ മാ ജോ ഓ ലേ 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 ജോ മൈനദിക്കായി ദാണെ ಬೆಳೆ ಕೆಂಡೋಂಡು ಬಳ್ಳ ಓ ಈ ಅಮ್ಮ ಜೋ ಓ ಲೇ 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 ಜೋ ಮೈನದಿಕ್ಕಾಯಿ ಉಳ್ಳೈಲೆ ಪುಗಯಾ ಏ ಉಂಜಿ ಮರಟುಂಡುಕೆ ಊರು ಕುಡುಪಾಳು ಕುಕ್ಕೂದ ಮರಟುಂಡುಕೆ ಊರು ಕುಡುಪಾಳು ಏ ಒಂಜಿ മരട്ടുണ്ടുക്കെ ഊരു കുടുപ്പാള് ബംഗോടത്ത മരത്തുണ്ടുക്കെ ഊരു കുടുപ്പാള്. അപ്പം ഇത് ഈ കാസർഗോഡ് സ്റ്റൈലിൽ ഇതുപോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം എൻ്റെ തന്നെ സമുദായത്തിൽ ഈ തുളു സോങ്സ് ഇതൊക്കെ ഒന്ന് ആളുകൾ പാടി കേൾക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ മണിച്ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തൊന്നും എന്നോട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അതിനോടൊരു പിന്തുണ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു. മണിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വെച്ചിരുന്ന മണിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വെച്ചിരുന്ന പാട്ട് ധന്യരാമൻ പറയുമ്പോൾ ജാഫ്രിഡിക്ക് നേരത്തെ താങ്കൾ പറഞ്ഞ ഫക്രുദ്ദീൻ അലി സിനിമകളെ കുറിച്ച് മണിയുടെ സിനിമകളുടെ വലിയൊരു ആരാധകനാണ്, ഇഴകീറി പരിശോധിക്കും. ആ സിനിമകളിലേക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും കൂടെ നാം ഓർത്തെടുക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ഫക്രുദ്ദീനിലേക്ക് വരുന്നതിന് മുമ്പ് ജാഫ്രിഡിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സെറ്റുകൾ അത് ചാലക്കുടി ആകട്ടെ എവിടെ ആയിക്കഴിഞ്ഞാലും മണിക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് മണി എന്നാണ് എപ്പോഴും പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സിനിമയിൽ തന്നെ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സാമൂഹിക ബോധമുള്ള ഒരു മണി, രാഷ്ട്രീയ ബോധമുള്ള ഒരു മണി, ഒരു മിമിക്രിക്കാരനും സിനിമാക്കാരനും എന്നുള്ളതിലേക്ക് ചുരുക്കി കെട്ടേണ്ട ആളല്ല. അതിനപ്പുറത്തേക്ക് നടനുമപ്പുറം സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവും ഉള്ള ഒരു മണിയെ താങ്കൾ അടുത്തറിഞ്ഞിട്ടുണ്ടോ ജാഫ്രിഡിക്ക്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഇവിടെ ഈ ചാലക്കുടി മണ്ഡലത്തിലെ മറ്റേ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയാണ്, അതെനിക്കറിയില്ല. അവിടെയൊക്കെ ഒരു കൗൺസിലറെ നിർത്തി കഴിഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ജയിപ്പിക്കുക. എന്നിട്ട് ആ ഭാഗത്തുള്ള എല്ലാ പുല്ലും അതെല്ലാം ചെത്തിക്കളഞ്ഞ് ആൾക്കാരെ വെച്ച് കൂലി കൊടുത്ത് ചെത്തിക്കളഞ്ഞ്, പഞ്ചായത്തൊന്നും പൈസ കൊടുത്തിട്ടില്ല, അതൊക്കെ ചെത്തിക്കളഞ്ഞ് അവരെ അവിടെ ആളാക്കിയെടുക്കുക. അത് തന്നെയല്ല അവിടുത്തെ MLAക്കൊക്കെ നല്ല സഹായം ചെയ്യുക. അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയെ ശരിക്ക് കെയർ ചെയ്യുക. അതിനു വേണ്ടി എല്ലാ സഹായം ചെയ്ത നല്ല ഒരു ഉത്തമ പാർട്ടിക്കാരനാണ്. അത് ഏത് പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു.
നല്ല ഇതായിരുന്നു. അല്ല ആ വ്യക്തിത്വമല്ലേ, വ്യക്തിത്വം വേണം. പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇവിടെ ചാലക്കുടി മണ്ഡലത്തെ കുന്നത്തുനാട് മണ്ഡലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ അദ്ദേഹം ഇലക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും വകുപ്പ് മന്ത്രിയാണ്. ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും ശരി, അദ്ദേഹം നിൽക്കുവാണെങ്കിൽ ജയിക്കുവാണെങ്കിൽ മന്ത്രിയായിരുന്നു. അത്രയ്ക്ക് രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയവും ജാതിയും മതവും ദേശവും ഭാഷയും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച ഒരു മഹാനായ ഒരു പൊന്നു മുത്തായിരുന്നു. യെസ്, താങ്കളിലേക്ക് വീണ്ടും എത്താം. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ ജാഫർ പറഞ്ഞതുപോലെ വ്യക്തിത്വം വേണം. ജാഫർ ഏറ്റവും ആ സുഹൃത്ത് പറയുകയാണ്, ഏതൊരു മനുഷ്യർക്കും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ, മണിക്കും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം മിനിസ്റ്ററാവും ജയിച്ചാൽ എന്ന് വരെ ജാഫർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ചില ഡയലോഗുണ്ട്. ഇല്ലടാ ഞാൻ കീഴടങ്ങില്ല, എന്നെ അറിയാമോ, പോരാടിയാണ് വന്നത്, അത് ചങ്കുറപ്പിൻ്റെ കനലുകൾ. ഇതാ കേട്ടില്ലേ, ചില നിറങ്ങൾ കണ്ടാൽ, ചില മുദ്രാവാക്യങ്ങൾ കണ്ടാൽ എൻ്റെ പൂട എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് കാണടാ കാണടാ എന്ന് പറയുന്ന മണി പല ചിത്രങ്ങളിലും നാം കണ്ടിട്ടുണ്ട്. ജാഫർ പറയുന്നു സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവുമുള്ള മണി. സിനിമയിൽ അദ്ദേഹം പറയുന്ന ഡയലോഗുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റൊക്കെ സ്ക്രിപ്റ്റിംഗ് എത്ര ഇരുന്ന് കഴിഞ്ഞാലും അതിനനുസൃതമായി തൻ്റെതായ ഡയലോഗുകൾ കൂട്ടിച്ചേർക്കുന്നു. ഈ കൂട്ടിച്ചേർക്കലുകളിൽ, ഈ ഡയലോഗുകളിൽ മണിയിലെ രാഷ്ട്രീയക്കാരൻ ജാഫർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉത്തമ മനുഷ്യന്റെ സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധം എങ്ങനെ അടുത്തറിയും ഫക്രുദ്ദീൻ? ഈ ഞാനൊക്കെ നെക്സലാവാതിരിക്കാനും സിവിൽ സർവീസൊക്കെ ട്രൈ ചെയ്യാനും ഒരു പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിയുടെ സിനിമകളാണ്. സമൂഹത്തിൽ തന്നെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയാണ്, കോൺഗ്രസ് ഫാമിലിയാണ്. അപ്പം നമ്മളെ മലബാറിന് ഇടതുപക്ഷ രാഷ്ട്രീയം അറിയാലോ, പക്ക ആ ഒരു ലൈനുള്ള രാഷ്ട്രീയം. അപ്പം ഈ രാഷ്ട്രീയമൊക്കെ കണ്ടു വളർന്ന എന്നെ പോലെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അനീതികൾക്കെതിരെ പ്രതികരിക്കണമെന്ന്. ഞാൻ അങ്ങനെ ആവാതിരിക്കാൻ കാരണം സുരേഷ് ഗോപിയുടെ സിനിമകളാണ്. ആ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ വന്ന് ഈ സിനിമയിലൂടെ അദ്ദേഹം മികച്ച പോലീസ് ഓഫീസറായിരുന്നതുകൊണ്ട് ഇവരുടെ എല്ലാവരെയും ഫയർ ചെയ്യുന്ന സിനിമകൾ. പക്ഷേ സുരേഷ് ഗോപിയുടെ സിനിമകൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സമൂഹത്തിലെ ഒരു വരേണ്യ ബോധത്തെ, ഒരു മിഡിൽ ക്ലാസ് സെൻസിബിലിറ്റിയാണ് തൊട്ടൊരുമി പോയിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ ആ ഒരു വിവാദപ്പെട്ടതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രമാത്രം ആവേശം കൊണ്ടത്. പക്ഷേ ഈ നമ്മുടെ കലാഭവൻ മണി വന്നതിന് ശേഷം നമ്മൾ കണ്ട അന്ന് റെപ്രസെൻ്റ് ചെയ്യപ്പെടാതെ പോയിട്ട് ദ്രവീഡിയനായിട്ടുള്ള ഇവിടെ ഓറഞ്ച് ചേർത്ത മനുഷ്യരുടെ അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഏത് ക്യാരക്ടർ എടുത്താൽ, ഇപ്പം നാട്ടുരാജാവ് എന്ന സിനിമ, അതിൽ മോഹൻലാലിന് മൂപ്പർ പറയുന്നുണ്ട്, അച്ചാനടിച്ച ആ ചവിട്ടുണ്ടല്ലോ, അതായത് അച്ഛനിട്ട് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അമ്മാതിരി ചവിട്ടാണ് കിട്ടിയതെന്ന്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരു അസ്തിത്വമുണ്ട്. അവൻ അന്ന് ആ സവർണ മേധാവിത്വത്തെ എല്ലാം ഇരയാണവൻ. പക്ഷേ പിന്നെ ഈ സവർണ മേധാവിത്വം വിവിധ സോഷ്യൽ ഫോഴ്സസിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടുരാജാവിലെ മോഹൻലാലിൻ്റെ ചാർലി എന്ന ക്യാരക്ടർ പോലെ മാറി പറഞ്ഞു. എന്നിട്ട് ഇതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന, ഇതിൻ്റെയൊക്കെ പാറ്റേണായി മാറുന്ന അവസ്ഥ എത്തി. അപ്പോൾ അന്ന് അതിനോട് വെറുപ്പുണ്ട്, ആ വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്, ആ പ്രതികാര മോഹമുണ്ട്. അതേസമയം തന്നെ നിലവിലുള്ള സാമൂഹ്യമായ അവസ്ഥകൾ ധന്യനെ പോലെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്വന്തം സമൂഹത്തെ നവീകരിക്കാനുള്ളൊരു ശ്രമം. ഇതിങ്ങനെയുള്ള നമ്മളിപ്പോൾ മൈന്യൂട്ടായി സട്ടിലായി നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മതലത്തിൽ ഇതെല്ലാം തന്നെ മണിയുടെ വിവിധ ക്യാരക്ടേഴ്സിലൂടെ കടന്നു വരുന്നുള്ളൂ. അപ്പോൾ മണിയുടെ വേറെ ഒരു ജയറാമിൻ്റെ പടമുണ്ട്. ജയറാം മരിച്ചിട്ട് പിന്നെ രണ്ടാമത് മുകേഷ് ശ്രീകൃഷ്ണനെ വന്നിട്ട് എണീക്കുന്ന ഒരു പടത്തിൻ്റെ പേര് ജാഫറിൻ്റെ ഒരു പക്ഷേ അറിയുണ്ടാവും. ആ സിനിമയിൽ മണി ഒരു ഹിജിഡയായിട്ടും അദ്ദേഹം വരുന്ന ഒരു പ്രതികാരമായിട്ടാണ് ആ ഹിജിഡയുടെ ഒരു ക്യാരക്ടർ. അത് നമ്മൾ ഇതുവരെ കണ്ട ഹിജിഡയെ പോലെയല്ല മണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥം അതുപോലെ തന്നെ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണെന്നുള്ള ആദ്യ കാലത്തെ ഒരു സിനിമ. ആ സിനിമയിൽ ഇദ്ദേഹം ഇങ്ങനെ ഗ്രാമപ്രദേശത്ത് വന്ന് ഇദ്ദേഹം പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ടതാണ്, പേരേ മറന്നു, പിന്നെ അദ്ദേഹം കൂടി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നു. എന്നിട്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ ആളായി കഴിഞ്ഞാൽ കൂടെയുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളെ പ്രേമിക്കുന്നു, അവസാനം മറ്റുള്ളവന് വിട്ടുകൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ട്. മണി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനാലിറ്റി, ഈ സാധാരണക്കാരൻ വന്ന് അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതി. സാധാരണക്കാരൻ ഞാൻ പറയുമ്പോൾ അത് മിഡിൽ ക്ലാസ് നായരോ മുസ്ലിമോ ഒന്നും കരുതുന്നില്ല. ഒരു സാധാരണ ഈഴവ തൊട്ട് താഴോട്ടുള്ള ജനവിഭാഗത്തിൽപ്പെട്ട ഒരുത്തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യും, അത് ഏറ്റവും അതിൻ്റെ ഒറിജിനാലിറ്റിയോട് കൂടി നമ്മളെ കാണിച്ചു തന്നത് സത്യത്തിൽ കലാഭവൻ മണിയാണ്. ഇപ്പം രജനീകാന്തിന് ഒരു വലിയ പ്രോബ്ലം വെച്ചാൽ രജനീകാന്ത് തമിഴിലെ ഒരു പിന്നെ എന്താ പറയുക ഈ സവർണ ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ ഈ ദ്രവീഡിയൻ വ്യക്തിത്വം ഉയർന്നു നിൽക്കും. അതിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രജനീകാന്തിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ അത് അയ്യന്മാരെന്നായിരിക്കും. അയ്യരൊക്കെ ആണെങ്കിൽ ശങ്കരൊക്കെ ആരെ എടുക്കും? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വിക്രമിനെയൊക്കെ എടുക്കും. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഒരു ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ തിലകൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത, തിലകൻ ചേട്ടൻ ഇങ്ങനെ ഒരു ആശാരി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ തിലകൻ ചേട്ടൻ്റെ ആശാരിയാണ്, ഈഴവ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാളാണ്. പക്ഷേ തിലകൻ ചേട്ടൻ്റെ പ്രശ്നം, തിലകൻ ചേട്ടൻ ഏത് ക്യാരക്ടറോ ആകാര്യം ബ്രാഹ്മണനാണ്. പക്ഷേ മണി വളരെ കൃത്യമായിട്ട് മണിയുടെ അസ്തിത്വം, മണി എന്താണോ അത് കൃത്യമായി ഓരോ ക്യാരക്ടറിലൂടെ വിവിധ രൂപത്തിൽ. ഇപ്പം നരസിംഹത്തിൽ ആ പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരൻ ദളിതൻ, അവൻ എന്നിട്ട് ഒരു വെച്ച ഒരു പെൺകുട്ടിയെ അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അന്നപ്പൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. അത് നിത്യജീവിതത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണക്കാർ പറയുന്ന ഡയലോഗാണ്. അത് തന്നെയാണ്. പിന്നെ മണിയുടെ വേറൊരു പ്രത്യേകത, മണിയുടെ നിങ്ങൾ ഈ കൊടുക്കുന്ന പാട്ടുണ്ടല്ലോ, മിന്നാമിനുങ്ങ
ഭംഗിയായി. ആ പാട്ട് മണിയുടെ അച്ഛൻ മരിച്ച സമയത്ത് മണി എഴുതിയ പാട്ടാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മണി പറഞ്ഞത്. ആ പാട്ടൊക്കെയാണ് സത്യത്തിൽ എനിക്ക് ആ ഒരു എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും, കാരണം ഞാൻ എൻ്റെ വാപ്പയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് മനുഷ്യനായിരുന്നു. വാപ്പ മരിച്ചതിന് ശേഷം ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ പോലും ഇല്ലാതായ ജീവിതത്തിൽ എനിക്കിപ്പോൾ എന്ത് നിങ്ങൾ ഓസ്കാർ തന്നാൽ എനിക്ക് വലിയ സന്തോഷമില്ല, കാണാൻ വാപ്പയില്ലല്ലോ. ആ ഫീൽ അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ മണിക്ക് പറ്റും. അതാണ് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് മണിയായി തീർന്നത്. അതാണ് മണിയുടെ പ്രത്യേകത. യെസ്, അത്തരത്തിൽ മണി വളരെ വ്യത്യസ്തനാകുമ്പോൾ ജാഫർ ഇടുക്കി രജനീകാന്തും വിക്രമും വിജയകാന്തിൻ്റെയും പ്രതിപുരുഷനായി അതിൻ്റെ മറ്റൊരു തലത്തിൽ വില്ലനായി രജനീകാന്ത് ചെയ്ത വേഷം, അതോടൊപ്പം വിക്രം ആരാണ്, വിജയകാന്ത് ആരാണ്, ഇവർക്ക് തുല്യം നിന്ന് മണി സിനിമയിൽ തകർക്കുമ്പോൾ ഇവർ 3 പേരും സ്വകാര്യമായും അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൻ്റെ മണി, ഞങ്ങൾ ആ അഭിനയം സെറ്റിൽ പലപ്പോഴും രജനീകാന്തിനെ പോലൊരാൾ പറയുകയാണ്, ആ ഡയലോഗ് നെക്സ്റ്റ് പ്രസന്റേഷൻ അതിൻ്റെ ടൈമിങ്ങിന് വേണ്ടി മണിയുടെ ആ ഒരു ഫോഴ്സ്, ഊർജം, ആ ഊർജത്തിലേക്ക് കണ്ടു നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മണി എത്തിയെങ്കിൽ, ചാലക്കുടിയിൽ നിന്ന് രജനീകാന്തിലേക്കും വിക്രമിലേക്കും വിജയകാന്തിലേക്കും എത്തിയ മണിയുടെ ആ ഒരു ആർജവം, ജാഫർ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം അതാണ്. രജനീകാന്ത്, അതോടൊപ്പം വിജയകാന്ത്, വിക്രം, അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മണിയുടെ ഒരു ഫോഴ്സ്, അത് ഡയലോഗ് പ്രസന്റേഷനിലാവട്ടെ ക്യാരക്ടർ ഫോർമേഷനിലാവട്ടെ, എതിരാളിയായാണ് സ്ക്രീനിൽ വരേണ്ട ആൾ, പക്ഷേ ആ ലൊക്കേഷനിൽ മണിയുടെ ഡയലോഗ് പ്രസന്റേഷൻ ആയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ഞങ്ങളെ ഞെട്ടിച്ചു എന്ന് രജനീകാന്ത് തന്നെ പറയുമ്പോൾ, ഒരു നിമിഷമെങ്കിലും നമ്മൾ നിശബ്ദരാകുന്നു എന്ന് പറയുമ്പോൾ, മലയാളത്തിൽ മിമിക്രി കളിച്ച് നടന്ന, നാടൻ പാട്ട് പാടി നടന്ന ആ മണിയെ ഈ രജനീകാന്തിലേക്കും വിജയകാന്തിലേക്കും ഒക്കെ മുന്നിൽ തലയെടുപ്പോടെ കൊണ്ടു നിർത്തിയെങ്കിൽ മണിക്ക് ഒരു കരളുറപ്പ് വേണം. ആ കരളുറപ്പ്, അതിൻ്റെ ശക്തി എന്താണ് ജാഫർ ഇടുക്കി? അത് അയാളുടെ ചങ്കൂറ്റ. ആ ചങ്കൂറ്റത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിലൊക്കെ എഴുതി വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം ത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ആദ്യം ചെയ്ത മലയാള സിനിമയായിരിക്കും എഴുതി കാണിച്ചത്. പക്ഷെ ഇങ്ങനെ ആദ്യം ഒരു പടം ചെയ്തായിരുന്നു. അത് ഈ രണ്ടുകൈ വനത്തിൽ, ചാലക്കുടി രണ്ടുകൈ വനം ചാലക്കുടി, അവിടെ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നു. അത് വിജയകാന്താണ്. അവിടെ ചുമ്മാ ഷൂട്ടിങ് കാണാൻ ചെന്നു കലാഭവമണി. അന്ന് കലാഭവമണിയൊന്നുമില്ല, അന്ന് മണി ചാലക്കുടിയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു, പന്തൽ അലങ്കരിക്കാൻ പോകുന്നു. ഈ പറയുന്ന മണി പറഞ്ഞിട്ടുള്ള ആ അച്ഛനും അമ്മയും എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പന്തൽ അലങ്കരിക്കാനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഈ 10, 100, 150, 200 രൂപ. അന്നൊരു മിമിക്രിക്കാരന് കൂടി വഴിയാൽ കിട്ടുന്നത് 150, 200 രൂപ, 100 രൂപയ്ക്ക്. അത് ചെയ്തുകൊണ്ടിരുന്ന കലാഭവമണി ഈ രണ്ടുകൈ വനത്തിൽ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട്, ക്യാപ്റ്റൻ പ്രഭാകർ. അത് വിജയകാന്തിൻ്റെ പടമാണ്. അവിടെ ചെന്ന് വെറുതെ നിന്ന് അപ്പോൾ വെറുതെ അദ്ദേഹത്തിന് പരിചയപ്പെടാനായിട്ടൊരു ചാൻസ് കിട്ടി. എവിടെന്നോ എപ്പോഴോ അതെനിക്കറിയില്ല, അത് അവരുടെ കുടുംബത്തിനോട് ചോദിക്കണം. കുടുംബത്തിനെന്ന് പറഞ്ഞാൽ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ ചോദിക്കണം, എവിടെ നിന്ന് ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് തമിഴ് പറയാൻ പഠിച്ചു. വിജയകാന്തും മണിയും തമിഴ് പേശിയിട്ട് വിജയകാന്ത് ഇങ്ങനെ നോക്കിയിരുന്നെന്ന് പറയുന്നത് മണിയുടെ നേരെ തമിഴ് അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ വിജയകാന്ത് അവിടെ വെച്ച് പറഞ്ഞു അതിൻ്റെ കൺട്രോളറോടോ അതിൻ്റെ സംവിധായകരോടോ, ഇത് പയ്യനൊരു വേഷം കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഓടി വന്നിട്ട് ഇതേ ഫോറസ്റ്റുകാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഊണ് കൊണ്ടേ കൊടുക്കാനായിട്ടുള്ള ഒരാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് തമിഴ് അങ്ങോട്ട് വെച്ചലക്കുക. അങ്ങനെ ജന്മസിദ്ധമായിട്ട് ദൈവികമായിട്ട് കിട്ടിയ ആ തമിഴ് ഭാഷ ശരിക്കും മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും പൊളിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാർ എങ്ങോട്ടെങ്കിലും പോകും. അത്രയ്ക്ക് വലിയ ഫ്ലുവൻ്റായിട്ടാണ് പറയുള്ളൂ. അതുകൊണ്ടാണ് അതൊരു പ്രധാന ഘടകമാണ്. അതൊരു പ്രധാന ഘടകമാണ്. കാരണം വെച്ചാൽ ഭാഷ, ആ ഭാഷ ക്ലിയറായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇപ്പം ഞാൻ വേറൊരു ഭാഷ ചെന്ന് അഭിനയിക്കുകയാണെങ്കിൽ എൻ്റെ അഭിനയം എൻ്റെ കയ്യിൽ നിന്ന് പോവും. കാരണം വെച്ചാൽ എനിക്ക് ആദ്യം ആ ഭാഷയെ ഒന്ന് ഒതുക്കി നിർത്തണം, അതായിരിക്കും എൻ്റെ ശ്രദ്ധ. അപ്പോൾ എന്നിലിരിക്കുന്ന ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കഥാപാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇത് മണിക്ക് ആവശ്യമില്ല. മണിയെ ഭാഷ ഫ്ലുവൻ്റാണ്. കന്നഡയിൽ പോയാൽ കന്നഡ ഫ്ലുവൻ്റാണ്, തെലുങ്കിൽ പോയാൽ തെലുങ്ക് ഒക്കെയാണ്. ഹിന്ദി ഇപ്പം ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ദൂസരക്കപ്പ സപ്പനക്കൊക്കെ ഈ മേരാ ജാസ് എന്ന് പറയും, എന്തെങ്കിലും പറയും. അത് കറക്റ്റായിരിക്കും. ഒരു കപ്പാസിറ്റിയാണ്. അത് കാണിക്കുമായിരുന്നു സ്റ്റേജിൽ. എൻ്റെ അച്ഛൻ എൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമായിരുന്നു. ആ കപ്പാസിറ്റിയാണ് ഇതിനെല്ലാം കാരണം, ആ ഒരു ചങ്കൂറ്റം. യെസ്, ചങ്കൂറ്റുള്ള മണി, ആ ചങ്കൂറ്റം ഒരു സൗന്ദര്യശാസ്ത്രമാണെങ്കിൽ മണിയുടെ സൗന്ദര്യശാസ്ത്രം എന്ത്? വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ, അതോടൊപ്പം തന്നെ സിനിമാ പാത്ര സൃഷ്ടിയിലൊക്കെ സൗന്ദര്യബോധം, ചങ്കൂറ്റം, ജാഫർ ഇടുക്കി പറയുന്ന ചങ്കൂറ്റം
മണിയുടെ ചങ്കൂറ്റം അത് മണിയുടെ സൗന്ദര്യബോധമാണെങ്കിൽ, മണിക്കൊരു സൗന്ദര്യശാസ്ത്രമുണ്ടെങ്കിൽ ധന്യരാമൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ആർജവം അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ, മണിയുടെ കല, മണിയുടെ സൗന്ദര്യശാസ്ത്രം, ആ സൗന്ദര്യശാസ്ത്രം മണിയുടെ ജീവിത രീതികളിൽ ഏത് തരത്തിലായിരിക്കും? തീർച്ചയായിട്ടും ഒരു എന്താണ് ഏറ്റവും പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു യുവാവ് ഇത്രയും ആർജവത്തോടെ ഇത്രയും ചങ്കൂറ്റത്തോടെ മുന്നോട്ടേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്, ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഇത്രയും കരുത്ത് നൽകിയത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാനും ഇത്രയും പെർഫോം ചെയ്യാനും. അത് അദ്ദേഹത്തിന് പാട്ടുകളിലും സിനിമകളിലും എല്ലാം നമുക്കത് എടുത്ത് കാണാൻ പറ്റും. ഇതിൽ വിജയിച്ച നടനാണ് മണിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേ സൗന്ദര്യ സങ്കല്പം സാധാരണ എല്ലാ പെൺകുട്ടികളും എപ്പോഴും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ കുഞ്ചാക്കോ, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ അവനായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ആ സൗന്ദര്യ സങ്കല്പം പാടെ മാറ്റി, നമ്മൾ കല്യാണം കഴിക്കുന്ന ആളെ ഇനി വെളുത്ത ആളെ കിട്ടൂല, ഈ ഒരു ഇതായിരിക്കും നമ്മുടെ ഉള്ളിൽ. ഇനി അതല്ല, ശരിക്കും പറഞ്ഞാൽ മണിയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിലെ ആ ഒരു സൗന്ദര്യ സങ്കല്പത്തെ മാറ്റിമറിച്ച ഒരു നായകനും വില്ലനും എല്ലാം ആയി വന്ന് ആ സൗന്ദര്യത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സൗന്ദര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അത് ഫീൽ ചെയ്തു. പലരും പറഞ്ഞിട്ടുണ്ട് മണി എന്ന നായകന്റെ രീതിക്ക് അപ്പുറത്തേക്ക് എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, മണി സ്ക്രീനിൽ വന്നാൽ ലോകനാഥനായി അത്തരത്തിൽ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കും. നമ്മൾ സാധാരണ മോഹൻലാലിനെ നോക്കിയിരിക്കും, മമ്മൂട്ടിയെ നോക്കിയിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ മണിയെ നോക്കിയിരിക്കും എന്ന് പറയുന്ന സ്ത്രീ സുഹൃത്തുക്കൾ എനിക്കുള്ളത് കൊണ്ട് അത് പങ്കുവയ്ക്കാം. അങ്ങനെ മണിയെ നോക്കി ഇരിക്കാറുണ്ടോ ധന്യരാമൻ? തീർച്ചയായിട്ടും എന്തുകൊണ്ടില്ല. ഞാനും അതുകൊണ്ട് ഏകദേശം മണിയേട്ടന്റെ ചായയുള്ള ഒരാളെയാണ് ഞാൻ കെട്ടിയത്. വെളുത്ത പയ്യന്റെ പുറകെ പോയില്ല നമ്മള്. അത് ഏറ്റവും വലിയ രസമായ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മണിയെ കണ്ടുകൊണ്ടിരിക്കുക, മണിയുടെ ചായയുള്ള ഒരാളെ ധന്യരാമൻ കല്യാണം കഴിക്കുക, അങ്ങനൊരു മണിയുണ്ട്. ആ മണി പ്രണയത്തെ ഏറ്റവും ഹൃദയകാരിയായി സ്വീകരിക്കുന്ന പ്രണയസങ്കല്പങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. മണിയുടെ സിനിമയും അത്തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ മണി എങ്ങനെയായിരിക്കും? അല്ല, മണി ഇപ്പോൾ ഞാൻ ആ അർത്ഥത്തിൽ മത്സരം സിനിമ കുപ്പിക്കണ്ണ ഹംസ എന്നുള്ള ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രണയസങ്കല്പവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അയാൾ വളരെ അഗ്രസീവായിട്ടുള്ള വയലൻ്റ് ആയിട്ട് മനുഷ്യൻ. കാരണം അയാളുടെ ഉമ്മ പേച്ചവളാന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം, അയാളുടെ ബ്രദറിന് തന്നെ അയാൾക്ക് തന്നെ കൊല ചെയ്യേണ്ടി വന്ന അവസ്ഥാവിശേഷം, അയാൾ അച്ഛനുമായിട്ട് അയാൾ നിരന്തരം പോരാടുന്നത്, അത് ക്രിസ്ത്യാനി അച്ഛനായിട്ട് പോരാടുന്ന കുപ്പിക്കണ്ണ ഹംസ എന്നുള്ള ആ ഒരു ക്യാരക്ടർ. പക്ഷേ അയാൾ ഓൾവേസ് അയാൾ വക്കീലായിട്ടുള്ള അയാളെ ഗേൾഫ്രണ്ട് ഉണ്ട്, കെയറിങ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ മണിയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇടപെടലിൻ്റെ പരമായിട്ട് സാമൂഹ്യമായി മുഖ്യധാരയിൽ വലിയൊരു പരിധി വരെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദളിത് ജനവിഭാഗങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ അത്തരം ക്യാരക്ടേഴ്സ് ഇല്ലായിരുന്നു. അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് മണിയിലൂടെയാണ്. ഏറ്റവും വലിയ എനിക്ക് സന്തോഷമാണ്, മണി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. യെസ്, അങ്ങനെ ഒരു രാഷ്ട്രീയം, അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് മണിക്കുള്ളത് എന്ന് ഫക്രുദ്ദീൻ പറയുമ്പോൾ ആ രാഷ്ട്രീയവും ആ സാമൂഹിക ബോധവും ഒരു നടന് അപ്പുറത്തേക്ക് മണിയെ വലുതാക്കുകയാണെങ്കിൽ മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കഥാപാത്രങ്ങൾക്കപ്പുറം വ്യക്തിയായി, സാമൂഹിക ജീവിയായി, ആർജവമുള്ള മനുഷ്യനായി, ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹിക ബോധമുള്ളൊരു വ്യക്തിയായി മണി ജീവിക്കും. മണിയുടെ ആ ചിത്രങ്ങൾ തന്നെയായിരിക്കും മലയാളി എക്കാലവും സ്മരിക്കുകയും അത് ആർജവത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.